കർത്താവിന് മഹത്വം. प्रभु को महिमा मिले। കർത്താവ് വീണ്ടും നമുക്ക് നല്ലൊരു അവസരം കൂടെ തന്നിരിക്കുകയാണ്. प्रभु ने और एक सुंदर अवसर हमें दिया है। ദൈവം തരുന്ന എല്ലാ ദാനത്തിനും ദൈവത്തിന് സ്തോത്രം. प्रभु ने दिया हुआ सारे दानों के लिए प्रभु को धन्यवाद। ഇന്ന് നമ്മൾ കൃപായുഗത്തെ കുറിച്ചാണ് പറയുന്നത്. आज हम लोग कृपा युग के बारे में, अनुग्रह के युग के बारे में ध्यान करने जा रहा है। വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. अभी बहुत आशीर्वाद एक समय प्रभु ने मंडली युग में हमको दिया है। ഏത് ജാതിയിലുള്ളവരും രക്ഷ പ്രാപിക്കാൻ കഴിയുന്ന ഒരു നല്ല അവസരം. किसी प्रकार का कोई भी जाति का क्यों ना हो, उनको भी उद्धार पाने के लिए अच्छा सुंदर अवसर। ജാതികൾ ഇത് കേട്ടിട്ട് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്നാണ് ജാതികളുടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. जाति लोग ये बात को सुनकर के प्रभु का महिमा करना चाहिए करके जातियों के लिए बुलाहट पाया हुआ प्रेरित पौलोस का ये इच्छा है। അപ്പോൾ ഇതുവരെയും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് രക്ഷയ്ക്ക് അത് കൃപയാലാണെങ്കിൽ തന്നെയും രക്ഷ പ്രാപിപ്പാൻ ഒരു പ്രവൃത്തി കൂടെ ചെയ്യണമായിരുന്നു. अभी तक हमने ये बात पर ध्यान किया था, उदार मुक्त में है तो भी उस उदार के लिए हमें कार्य भी करना चाहिए करके हमने देखा। അവര് വിശ്വാസത്താലുള്ള യാഗം അർപ്പിക്കുമ്പോൾ ആടിനെ അവർ കൊണ്ടുവരണം. अवे जब विश्वास के द्वारा वो लोग बलि करते थे तो उसको मेमने को लेकर आना पड़ता। യാഗം അർപ്പിച്ചു കഴിഞ്ഞ് ആ ആടിനെ കൊണ്ടുവന്ന് യാഗം അർപ്പിച്ചെങ്കിലേ അവർക്ക് പാപമോചനമുള്ളൂ, രക്ഷയുള്ളൂ. वो लोग मतलब उस मेमने को ला करके जब तक बलि नहीं करता तब तक उनको पाप का छुटकारा नहीं होते थे। എന്നാൽ പുതിയ നിയമത്തിൽ परंतु नया नियम में നമ്മൾ വിശ്വാസത്താൽ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ എല്ലാ യാഗങ്ങളും നിവൃത്തീകരിക്കപ്പെട്ടു. नया नियम में प्रभु यीशु मसीह में सारे बलि जो पुराने नियम में बताया था वो सब कुछ पूरा हो गया। അപ്പോൾ അന്ന് അവർ ആലയം പഠിക്കാനായിട്ട് കൊണ്ടുവന്ന വെള്ളി, സ്വർണം, അതുപോലുള്ള എല്ലാ നീല നൂൽ, പട്ടുനൂൽ, ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവാണ്. अभी पुराना नियम में संदूक के लिए जो कुछ भी उन्होंने लाया था वो सोना, चांदी और सियाम, ये सब प्रभु यीशु मसीह की छाया था। അവർ കൊണ്ടുവരുന്ന ആട്ടുകുട്ടിയും കർത്താവായ യേശു ക്രിസ്തു. इवन उन लोग जो लेकर आता था बलि के लिए वो मेमना भी प्रभु यीशु मसीह की छाया था। അപ്പോൾ പ്രവൃത്തി അവർ ചെയ്യണമായിരുന്നു. और उनको उनके उद्धार के लिए काम भी करना जरूरी था। അപ്പോൾ തന്നെ विश्वसिക്കുകയും വേണം. साथ ही साथ उन्हें विश्वास भी करना था। എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതെല്ലാം ദൈവം നമുക്ക് ദാനമായി അങ്ങ് തരികയാണ്. परंतु नए नियम में जो भी हमको ले आना चाहिए वो भी प्रभु हमको दान दे रहे हैं। എന്താണ് നമ്മൾ കൊണ്ടുവരേണ്ടത്? हम क्या लाना चाहिए? അത് പഴയ നിയമത്തിൽ അത് ഓരോ ഐറ്റമായിട്ട് പറയുമ്പോൾ അത് ക്രിസ്തുവാണെന്ന് പുതിയ നിയമത്തിൽ വെളിപ്പെടുന്നു. पुराने नियम में वो एक एक वस्तु एक करके जब बताता है तो वो सारे वस्तु प्रभु यीशु मसीह था या यीशु मसीह की छाया में करके नया नियम बनाता है। അങ്ങനെ റോമലേഖനം 10-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, इस रीति में जब हम रोमियो का पत्री 10 अध्याय का 4 वचन में हम लोग पढ़ते हैं, क्योंकि हर एक विश्वास करने वालों के लिए धार्मिकता के निमित्त मसीह व्यवस्था का अंत है। ക്രിസ്തു ദൈവ പ്രമാണത്തിന്റെ പഴയ നിയമത്തിൽ മോശയ്ക്ക് കൊടുത്ത പ്രമാണത്തിന്റെ അന്ത്യമാണ്, അല്ലെങ്കിൽ എല്ലാം നിവൃത്തീകരിച്ചു. കൾമിനേഷൻ എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. अब यहाँ പൂർത്തീകരണം. प्रभु यीशु मसीह के बारे में हम देखते हैं कि प्रभु यीशु मसीह पुराना नियम में जो भी व्यवस्था दिया था, वचन दिया था, उन सारे बातों का अंत है, व्यवस्था का अंत है करके हमने यहाँ पर देखा। അപ്പൊ പഴയ നിയമത്തിൽ നമുക്ക് കാണാം, അവർക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ പ്രവൃത്തി വിശ്വാസവും വേണം. अभी पुराने नियम में हमने देखा कि वे लोग उद्धार पाना है तो लोगों को काम भी करना चाहिए और साथ ही साथ विश्वास भी करना चाहिए। എന്നാൽ പ്രതിഫലം കിട്ടാനും അവർക്ക് പ്രവൃത്തി ചെയ്യണം. इसी रीति में उन लोग प्रतिफल भी पाने के लिए उनको काम करना जरूरी था। എന്നാൽ പ്രതിഫലത്തിനുള്ള പ്രവൃത്തി ഇപ്പോഴും മാറ്റപ്പെട്ടിട്ടില്ല. अभी जो प्रतिफल पाने के लिए जो काम करने का बात नया नियम में भी अभी तक बदला नहीं। അതങ്ങനെ തന്നെയാണ്. നമുക്ക് രക്ഷ പ്രാപിക്കുന്ന കാര്യമാണ് സൗജന്യമായിട്ട് നമ്മള് കർത്താവ് ദാനമായി തന്നിരിക്കുന്നത്. हमें उद्धार पाने के लिए वो मुफ्त में है, परंतु प्रतिफल पाने के लिए हमें भी इस समय में भी काम करना जरूरी है। എന്നാൽ നമ്മൾ പ്രവൃത്തി ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തി അല്ല, ഇവിടെയും ആത്മാവിൽ കൃപയാണ്. यहाँ पर भी हम जो काम करने का अर्थ क्या है कि वो शरीर का काम नहीं, आत्मा के अधीन होकर के आत्मा से सामर्थ पा करके आत्मा के द्वारा मिलने वाला क्या करने वाला काम है। നമ്മൾ റോമലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ ആദ്യം വായിക്കുന്നത് വിശ്വാസ നീതീകരിക്കപ്പെട്ടു, രക്ഷ പ്രാപിച്ചു. रोमियो का पत्री 5 अध्याय का पहला वचन में हम देखते हैं कि विश्वास के द्वारा हम धर्मी ठहरा, परंतु दूसरे वचन में जब हम देखते हैं जिसके द्वारा विश्वास के कारण उस अनुग्रह तक जिसमें हम बने हैं हमारी पहुंच भी हुई और परमेश्वर की महिमा की आशा पर घमंड करे। നാം നിൽക്കുന്ന ഈ കൃപ, हम लोग जो खड़ा है वो अनुग्रह,
മറ്റേത് നമ്മൾ നേരത്തെ കർത്താവിനോടുകൂടെ സിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുന്ന കൃപ. पहले हम लोग प्रभु के साथ सिंहासन में बैठाया हुआ अनुग्रह था. അപ്പൊ ഇവിടെ നമുക്കൊരു നടപ്പുണ്ട്. अभी यहाँ पर हमें प्रभु के साथ एक चाल है. ഈ നടപ്പാണ് പ്രതിഫലം ഉളവാക്കുന്നത്. ये जो जीवन की यात्रा जो है वो हमें प्रतिफल प्रदान करता है. ആ പ്രതിഫലത്തിന് നമുക്ക് അവിടെ കൃപയുണ്ട്. अभी यहाँ पर भी अनुग्रह है. നമ്മൾ കൃപയില്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിനെ കുറിച്ചല്ല, എന്നാൽ കൃപയാൽ നമ്മൾ പ്രവൃത്തി ആവശ്യമാണ്. अभी हम उस अनुग्रह के साथ साथ काम भी बहुत जरूरी बात है. वहां पर हमारा अनुग्रह नहीं, ऐसा नहीं. അപ്പൊ നമുക്ക് വീണ്ടും ഈ കൃപായുഗത്തിന്റെ രക്ഷയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ രക്ഷിക്കപ്പെട്ടു കൃപയാലാണല്ലോ, ഇനിയും നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല എന്നൊരു നിലയിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. कई बार हम लोग हमारा सोचता है कि अनुग्रह के द्वारा हमारा उद्धार हो गया है, तो ऐसा है तो फिर हमें काम करने का क्या जरूरत है. ऐसा कई बार कई लोग ऐसे बारे में सोचते हैं. എന്നാൽ നമ്മളെ രക്ഷിക്കപ്പെട്ടത് തന്നെ സൽപ്രവൃത്തികൾക്ക് വേണ്ടിയാണ്. अभी हमें ये बात को जानना है, हमारा जो उद्धार हुआ है हमें भले कामों के लिए हमारा उद्धार हुआ है करके एफेसियम 2 अध्याय का 10 वचन में हम पढ़ते हैं. അവിടെ നമ്മള് ഏതെല്ലാം നല്ല പ്രവൃത്തിയാണ് ചെയ്യേണ്ടതെന്ന് ദൈവം നേരത്തെ തന്നെ നിശ്ചയിച്ചു വെച്ചിരിക്കുക. वहां पर हम देखते हैं कि जो पहले से प्रभु ने कौन कौन सा भले काम करना चाहिए करके पहले से प्रभु ने नियुक्त करके रखा करके एफेसियम 2:10 में हम पढ़ता है. അതെത്ര കൃത്യമായിട്ടാണ് ദൈവം ഓരോ വ്യക്തികളോടുള്ള ബന്ധത്തിൽ നിർവഹിച്ചിരിക്കുന്നത്, നമ്മളത് തിരിച്ചറിയണം. प्रयोग हम हरेक लोगों के प्रति जो जो काम करना है वो पहले से प्रभु ने नियुक्त किया. ये कितना प्रभु की उस सर्वज्ञान के अनुसार प्रभु ने वो निर्णय लिया, वो हमें पहचानना चाहिए मेरे लिए कौन सा काम प्रभु ने नियुक्त किया है करके. അപ്പോൾ ഇനി പുതിയ നിയമത്തിൽ രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മളെ പ്രവൃത്തിയെ കൂട്ടിയിണക്കരുത്. अभी नया नियम में उद्धार के संबंध में कभी भी काम उसमें नहीं मिलाना चाहिए, അത് ക്രിസ്തുവിന്റെ തനിയുള്ള പ്രവൃത്തിയാണ്. क्योंकि उद्धार का जो भी कार्य है वो प्रभु यीशु मसीह की ओर से दान है, वो प्रभु ने वो कर चुका है. നമുക്ക് സുവിശേഷത്തെ കുറിച്ച് വ്യക്തമായ ഒരു പിക്ചർ തരുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ സുവിശേഷ ഘോഷണമാണ്. अभी जो सुसमाचार का बारे में हमें एक अच्छा जो व्यक्ति मतलब व्यतिरिक्त या मतलब उसको क्लियर करने वाला बात मतलब पौलुस का वो सुसमाचार. അവിടെ ആസിയയിൽ സഭയുളവാകുന്നതിനുള്ള ബന്ധത്തിൽ താൻ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. आसिया में जो मंडली खड़ा होने के लिए प्रभु का दास ने कैसा कार्य किया वहां पर लिखा അപ്പൊ हुआ है. അദ്ദേഹം വീട് തോറും അദ്ദേഹം അറിയിച്ച സുവിശേഷം അതിന്റെ 20 അധ്യായത്തിന്റെ 21 വാക്യം അപ്പോസ്തല പ്രവൃത്തി 20-21. जब प्रेरितों का हम 20 अध्याय 21 वचन में हम देखते हैं कि वो कैसे घर घर जा करके लोगों को सुसमाचार सुना करके समझाते थे. वरन यहूदियों और यूनानियों के सामने गवाही देता रहा कि परमेश्वर की ओर मन फिराना और हमारे प्रभु यीशु मसीह पर विश्वास करना चाहिए. ഇവിടെ രണ്ട് പ്രധാന കാര്യമാണ്. यहाँ पर दो बातें हम लोग देखता है, യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും प्रभु यीशु मसीह में विश्वास ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരം. और प्रभु की ओर मन फिरावट. ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ട ഒരു കാര്യമാണ്. ये दोनों साथ एक ही साथ जाना चाहिए. അപ്പൊ നമുക്ക് രക്ഷ പ്രാപിക്കാൻ എന്ത് വേണം? तो हमें उद्धार पाने के लिए क्या चाहिए? അത് തികച്ചും സൗജന്യമാണ്. ये बिल्कुल ये उदारता से है या मुफ्त में है. എന്നാൽ അത് യേശുവിലുള്ള വിശ്വാസം. ये प्रभु यीशु मसीह पर विश्वास करने के द्वारा है. നിയമത്തിൽ എല്ലായിടത്തും യേശുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നില്ല. വിശ്വാസം എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് വിശ്വാസം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. अभी कई जगह पर प्रभु यीशु मसीह में विश्वास ऐसा करके नहीं लिखा, विश्वास विश्वास लिखा है. वो विश्वास कौन सा विश्वास है? प्रभु यीशु मसीह में विश्वास है करके हमें जानना चाहिए. ഇപ്പം ഉദാഹരണമായിട്ട് പൗലോസ് യോഹന്നാന്റെ ശിഷ്യന്മാരെ കണ്ടപ്പോൾ വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? अभी जैसे उदाहरण रूप में कहेगा तो जब यूहन्ना बपतिस्मा देने वालों का चेलों को जब प्रेरित पौलुस मिला तो उन्होंने उनको पूछा क्या तुम विश्वास करने से पवित्र आत्मा पाया? എന്താണ് അർത്ഥം? उसका अर्थ क्या है? പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായി വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിയോ എന്നല്ല അവിടെ ചോദിക്കുന്നത്. पवित्र आत्मा पर विश्वास करके पवित्र आत्मा पाया करके पौलुस ने नहीं पूछा. യേശുവിൽ വിശ്വസിച്ചിട്ട് प्रभु यीशु मसीह में विश्वास करने के द्वारा നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടിയോ? तुझे आत्मा അപ്പൊ मिलाएगी. യേശുവിൽ വിശ്വസിച്ചാൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹോളി സ്പിരിറ്റ്. क्योंकि प्रभु यीशु मसीह पर विश्वास करने वालों को मिलने वाला सबसे बड़ा आशीष की बात है, मानव दान की बात है पवित्र आत्मा. വചനത്തിന്റെ ഈ ക്രമീകരണം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, യേശുവിനെ കിട്ടി പക്ഷെ പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല. അവർക്ക് മനസ്സിലാക്കിയ വിശ്വാസം തെറ്റായ രീതിയിലാണ്. आज कई लोग ऐसा सवाल पूछता है तूने यीशु पर विश्वास किया और पवित्र आत्मा नहीं मिला, उसका मतलब क्या?
जब यीशु पर विश्वास किया है तो जरूर पवित्र आत्मा मिला है। इसका मतलब यीशु मसीह पर विश्वास करने के द्वारा मिलने वाला आत्मा का बारे में लोगों को सच्चा ज्ञान नहीं, इस अज्ञानता का लोग लाभ उठाता है। അപ്പൊ നമ്മള് ഇപ്പോൾ ആയിരിക്കുന്നത് നമ്മള് രക്ഷ പ്രാപിക്കുന്നത് എങ്ങനെയാണ്? കൃപയാലാണ്. आज हम लोग इस युग में हम कैसा उद्धार पाते हैं? सिर्फ अनुग्रह की द्वारा। നമ്മൾ ഈ മാനസാന്തരം എന്ന വിഷയത്തിലേക്ക് നമ്മൾ വരും. हम लोग आगे जाकर के मन फिरावट के बारे में भी देखेंगे। കാരണം മാനസാന്തരം കൂടാതെയുള്ള വിശ്വാസത്തിൽ ഇന്ന് അനേകർ അതിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. आज बहुत से लोग मन फिरावट बिना एक विश्वास की ओर लेकर जाता है। उद्धार पाने के लिए कोई मन फिरावट की जरूरत नहीं, ऐसा लोग भी बताता है। നമ്മൾ എന്നാല് അപ്പോസ്തല പ്രവൃത്തി അപ്പോസ്തലനായ പൗലോസിന്റെ അനുഭവം നമ്മൾ നോക്കും. 1 കൊരിന്ത്യർ 15:10 जब पौलुस के जीवन का अनुभव अगर देखेगा तो 1 कोरिन्थी 15 अध्याय का 10 वचन में हम देखते हैं। 1 कोरिन्थी 15 अध्याय का 10 वचन, परंतु मैं जो कुछ भी हूँ परमेश्वर के अनुग्रह से हूँ, उसका अनुग्रह जो मुझ पर हुआ। ഇവിടെ ഇപ്പോൾ പൗലോസ് പറയാണ്, ഇപ്പോൾ ഞാൻ ആരാണ്? अभी पौलुस गवाही देता है कि अब मैं कौन हूँ? ഞാൻ എല്ലാ മൊത്തത്തിൽ ഞാൻ കൃപയിലാണ്. क्योंकि मेरे जीवन में मैं पूर्ण रूप में प्रभु का अनुग्रह के अंदर है। എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഞാൻ കൃപയിലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്തുവിലാണ്. मैं अनुग्रह में कहने का अर्थ मैं मसीह में हूँ. ഞാൻ ആത്മാവിലാണ്. मैं आत्मा में हूँ. ഞാൻ പിതാവിലാണ്. मैं प्रभु पिता परमेश्वर में हूँ. യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, അവർ എന്നിലും ഞാൻ നിന്നിലും എന്ന് പറഞ്ഞ അർത്ഥം നമുക്ക് പിതാവിലേക്കുള്ള പ്രവേശനം കർത്താവായ യേശുവിലാണെങ്കിൽ നമ്മൾ പിതാവിലാണ്. हम लोग मतलब प्रभु यीशु मसीह महायाजक की प्रार्थना में वो कहता है कि मैं उनमें और वे मुझ में। बोलने का अर्थ क्या है कि अगर हम प्रभु यीशु मसीह में है तो हमें पिता में भी है। അപ്പോൾ നമ്മൾ ഈ രക്ഷ എന്ന് പറയുന്നത് സൗജന്യമായിട്ട് കൃപയാൽ തന്നെയാണ്. നമ്മൾ അതിന് പ്രവൃത്തി കൊണ്ടുവരരുത്. प्रियो, हमारे ये बात को जरूर जानना है कि उद्धार जो है वो क्लियर मुफ्त में है या दान है, इसमें हमारा काम को मत जोड़ना। കാരണം രക്ഷയ്ക്കായിട്ടുള്ള പ്രവൃത്തിയെന്നും നമ്മള് പ്രതിഫലത്തിനായുള്ള പ്രവൃത്തി രണ്ടും കൂടെ കൂട്ടിക്കൊഴിച്ച് രക്ഷയ്ക്കുള്ള പ്രവൃത്തി എന്ന് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുള്ളതാണ്. हम लोग उद्धार के लिए जो काम और प्रतिफल के लिए जो काम, ये दोनों को कई लोग क्या करता है, इसको मिक्स कर देता है। ये बात का उसको पक्का ज्ञान नहीं। അപ്പൊ പൗലോസ് ഈ കൃപയുടെ സുവിശേഷം പറഞ്ഞപ്പോൾ ഗലാത്യയിലുള്ള വിശ്വാസികളെ സംബന്ധിച്ച് അവർ പറയുകയാണ്, അവരെ രക്ഷ പ്രാപിക്കാൻ പ്രവൃത്തിയും കൂടെ കൊണ്ടുവന്നപ്പോൾ അതിനെക്കുറിച്ച് നമ്മള് ഗലാത്യ ലേഖനം 5 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ പറയുന്നുണ്ട്. जब हम देखते हैं कि कुछ लोग गलाती मंडली में आकर कुछ गड़बड़ी डाला, वो लोग उद्धार पाने के लिए कुछ काम को भी लाना चाहिए बोलकर गलातियों का पत्र 5 अध्याय का 2 वचन में हम लोग देखते हैं। देखो, मैं पौलुस तुमसे कहता हूँ कि यदि खतना कराओगे तो मसीह में तुमसे कुछ लाभ न होगा। ഇവിടെ പറയാണ്, രക്ഷയ്ക്കായിട്ട് നാം ഇനി ന്യായപ്രമാണവും കൂടെ ചെയ്യേണ്ടി വന്നാൽ, अगर हम उद्धार पाने के लिए अभी व्यवस्था को भी हम पालन करना पड़े तो നമ്മൾ എന്ത് ചെയ്തു? और हम ऐसा करने से हमारे जीवन में हमने क्या किया? നാം ക്രിസ്തുവിൽ വേർപെട്ടു പോയി. हम वास्तव में प्रभु से अलग हो गया। അതിനെ പറയുന്നത് കൃപയിൽ നിന്ന് വീണുപോയി. उसका 4 वचन में हम पढ़ता है कि वो अनुग्रह से गिर गया। അപ്പോൾ കൃപയിൽ നിന്ന് വീണുപോയാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുന്നത്? अगर हम अनुग्रह से गिर गया तो हमारा उद्धार कैसे हो सकता है? അതുകൊണ്ട് ഒരാൾ ന്യായപ്രമാണത്തെ ഫോളോ ചെയ്യുന്നെങ്കിൽ ന്യായപ്രമാണം മുഴുവനും തികയ്ക്കണമെന്നാണ്. अगर हम एक व्यक्ति व्यवस्था को अगर फॉलो करता है, पीछे करता है, तो वो पूरा व्यवस्था को पूरा करना भी उसका जिम्मेवारी है। എന്നാൽ നമുക്കറിയാം, വേദപുസ്തക അടിസ്ഥാനത്തിൽ തിരുവചനത്തിൽ വേദപുസ്തകത്തിൽ ന്യായപ്രമാണം തികച്ച് രക്ഷ പ്രാപിച്ച ഒരു വ്യക്തിയുമില്ല. और हम पवित्र शास्त्र में देखता है कि व्यवस्था के अनुसार उद्धार पाया हुआ एक भी व्यक्ति नहीं, या व्यवस्था को पूर्ण करना मनुष्य के लिए असंभव है। നമ്മൾ ഗലാത്യ ലേഖനം 3 അധ്യായം 10 വാക്യം, गलातियों 3:10 में हम लोग जब पढ़ता है गलातियों 3:10, इसलिए जितने लोग व्यवस्था के कामों पर भरोसा रखते हैं वे सब शाप के अधीन हैं, क्योंकि लिखा है, जो कोई व्यवस्था की पुस्तक में लिखी हुई सब बातों के करने में सिर नहीं रहता वो शापित है। നോക്കുക, അപ്പൊ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ എല്ലാം ചെയ്യാത്തവൻ ആരാണ്? ശപിക്കപ്പെട്ടവൻ. अभी अगर व्यवस्था के पीछे जाएगा तो व्यवस्था में लिखा हुआ हर एक बात को पूरा नहीं करने वाला कौन है? वो श्रापित है। अब वो व्यक्ति को किसी प्रकार भी इस अनुभव में नहीं आ सकता। അപ്പൊ എല്ലാവരും ആരാണ്? अभी वो लोग सब कौन है? ശാപത്തിന് കീഴെയാണ്. वो श्राप का नीचे है। അപ്പൊ ആ ശാപത്തിന്റെ കീഴെ നിന്നും നമ്മളെ വിലയ്ക്ക് വാങ്ങാനായിട്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ന്യായപ്രമാണം മുഴുവനും തികച്ചു. അപ്പം ന്യായപ്രമാണം തികയ്ക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ,
ന്യായപ്രമാണം തികച്ചവനോ അനുഗ്രഹിക്കപ്പെട്ടവൻ. अभी उस व्यवस्था का श्राप से हमें छुड़ाने के लिए प्रभु यीशु मसीह ये जगत में आकर के व्यवस्था को अपने जीवन के द्वारा पूरा करके हम उन व्यवस्था को संपूर्ण नहीं कर सकता था, उन श्रापितों को प्रभु ने मोड़ लिया और हमें छुड़ा दिया. യേശുക്രിസ്തു ആരാണ്? प्रभु यीशु मसीह कौन है? തന്റെ 33 വർഷം കൊണ്ട് अपना 33.5 साल का जीवन से തന്റെ ജീവിതം മുഴുവനും വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ന്യായപ്രമാണവും തികച്ച വ്യക്തിയായിട്ടാണ് നമ്മൾ അവനെ കാണുന്നത്. और संपूर्ण रीति में व्यवस्था में बताया हुआ सारे बातों को पूरा किया हुआ एक व्यक्ति करके हम प्रभु यीशु मसीह के जीवन के बारे में देखता है. നമ്മൾ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിന്റെ 17-ാം വാക്യത്തിൽ വായിക്കുകയാണ്. जब मत्ती के सुसमाचार 5 अध्याय का 17 वचन में प्रभु यीशु मसीह ने गवाही देकर कहा, यह न समझो कि पढ़ो यह न समझो कि मैं व्यवस्था या भविष्य वक्तों की पुस्तकों को लोप करने आया हूँ. लोप करने नहीं परंतु पूरा करने आया हूँ. അപ്പൊ യേശു എന്തിനാണ് വന്നത്? प्रभु यीशु मसीह किस लिए आया? അപ്പൊ നമുക്ക് രക്ഷ ഒരുക്കാൻ വന്നു എന്നുള്ളത് വേറൊരു കാര്യം. हमारे लिए उद्धार तैयार करने के लिए आया, वो एक अलग बात है. കാരണം മനുഷ്യൻ എല്ലാ ന്യായപ്രമാണം തികയ്ക്കാൻ കഴിയാത്തത് കൊണ്ട് ശപിക്കപ്പെട്ടവരാണ്. क्योंकि सारे मनुष्य व्यवस्था को पूरा नहीं कर सकता, इसलिए प्रभु की दृष्टि में वे लोग श्रापित है. ആയതുകൊണ്ട് നമ്മളെ ഒരാൾ രക്ഷിക്കണമെങ്കിൽ अगर हमारा कोई उद्धार करना है तो അതിന്റെ പ്രാപ്തി അവൻ ന്യായപ്രമാണം തികച്ചവനായിരിക്കണം. वो व्यक्ति व्यवस्था को पूरा किया होना चाहिए. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനുമില്ല യേശുക്രിസ്തു ഒഴികെ. इस रीति में व्यवस्था को पूरा किया हुआ और कोई भी व्यक्ति नहीं, सिर्फ प्रभु यीशु मसीह के सिवा. അപ്പൊ യേശുക്രിസ്തു ആരാണ്? इसका मतलब प्रभु यीशु मसीह कौन है? ന്യായപ്രമാണം തികച്ചുവെങ്കിൽ व्यवस्था को पूरा किया है तो അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. जरूर वो आशीषित है. അപ്പൊ നമുക്ക് തികച്ചും നല്ല ഒരു ബോധ്യം ഉണ്ടാകണം. ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ സ്വയം നീതിമാനാണെന്ന് ഒരു വ്യക്തിയും ദൈവസന്നിധിയിൽ പറയാൻ ധൈര്യപ്പെടുകയില്ല ദൈവത്തിന്റെ വഴി കണ്ടാൽ. प्रभु का ये सच्चाई को हरेक लोगों को ये जानना चाहिए कि मैं मेरी धार्मिकता से प्रभु का दृष्टि में योग्य नहीं है, क्योंकि इस प्रभु यीशु मसीह में जो पूरा हुआ वो सच्चाई जो व्यक्ति देखेगा तो. അപ്പൊ നമ്മള് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ നീതിമാൻ ആരുമില്ല. प्रभु का वचन के अनुसार प्रभु का दृष्टि में धर्मी एक भी नहीं. നമ്മൾ റോമലേഖനം 3:23 അതാണ് വായിക്കുന്നത്. हम रोमियो का पत्र उसका 3 अध्याय का 23 वचन में हम देखता है. അപ്പൊ നീതിമാൻ ആരുമില്ല, എല്ലാവരും പാപികളാണെന്ന് ദൈവം പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഞാൻ നീതിമാനായി പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നതാണ് നമ്മുടെ രക്ഷയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്. जब धर्मी एक भी नहीं करके जब प्रभु का वचन कहता है या प्रभु कहता है तो मैं धर्मी हूं करके कहना, ये हमारे लिए सबसे बड़ा धोखा और ठोकर है. അപ്പൊ അവിടെ അടുത്ത വാക്യം നമ്മൾ വായിക്കുകയാണ്. और आगे जब हम पढ़ता है, എന്നാൽ എല്ലാവരും പാപം ചെയ്ത് ദൈവം നഷ്ടപ്പെട്ടപ്പോൾ ദൈവം കൃപയാൽ സൗജന്യമായി യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതിമാനായി പ്രഖ്യാപിക്കുകയാണ്. परंतु हम उसका रोमियो 3 का 24 वचन में हम देखते हैं कि सभी लोग पाप करके परमेश्वर की महिमा से रहित है, परंतु प्रभु यीशु मसीह पर विश्वास करने के द्वारा हम अनुग्रह से हमारा उद्धार होता है, वो प्रभु मुफ्त में हमारा उद्धार करता है करके लिखा है. ദൈവത്തിന്റെ ഈ കൃപ കൂടാതെ സ്വയം നീതിമാനായി പ്രഖ്യാപിച്ച പൗലോസ് പിന്നീട് എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ താൻ രക്ഷിക്കപ്പെട്ടതിനെ കുറിച്ച് പറയുന്നത്? ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന് 16-ാം വാക്യം. अभी हम लोग ये बात को जानना है कि जो पौलुस अपने जीवन में अपने आप को धर्मी करके कहता था, परंतु उद्धार पाने के बाद में प्रेरित पौलुस अपने जीवन का गवाही कैसे देता है? गलातियों का पत्र उसका 2 अध्याय का 16 वचन. तो भी ये जानकर कि मनुष्य व्यवस्था के कामों से नहीं पर केवल यीशु मसीह पर विश्वास करने के द्वारा धर्मी ठहरता है, हमने आप भी मसीह यीशु पर विश्वास किया कि हम व्यवस्था के कामों से नहीं पर मसीह पर विश्वास करने से धर्मी ठहरे, इसलिए कि व्यवस्था के कामों से कोई प्राणी धर्मी नहीं न ठहरेगा. ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? നമുക്ക് നീതീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ അല്ലാതെ നമ്മൾ ദൈവസന്നിധിയിൽ പാപം മോചിക്കപ്പെട്ട് രക്ഷ പ്രാപിക്കുന്നില്ല. अभी हमने यहाँ पर क्या देखा कि प्रभु यीशु मसीह पर विश्वास करते बिना हम लोग कोई भी व्यक्ति अपने धर्म के कामों से अपने पाप से छुटकारा नहीं पाता या धर्मी नहीं बनता. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ആദ്യം ഞാൻ ശപിക്കപ്പെട്ടവനാണെന്നും യേശു ക്രിസ്തു അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നും, ഈ അനുഗ്രഹവും ശാപവും എന്ന് പറയുന്നത് ഭൗമ്യ വിഷയത്തിലല്ല. ഇന്ന് പലരും ചിന്തിക്കുന്നത് നമുക്ക് നല്ല വീടൊന്നുമില്ല, നമുക്ക് ഭൗമികമായ ഉന്നതിയിൽ എത്തിയില്ലെങ്കിൽ നമ്മൾ ശപിക്കപ്പെട്ടവരാണെന്നും ഈ നിലയിലെല്ലാം എത്തിയവർ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നും ഒരു തെറ്റിദ്ധാരണ മനുഷ്യ ഹൃദയത്തിലുണ്ട്. अभी हम देखते हैं कि ये जो श्रापित अवस्था में पड़ा रहने का अर्थ आज दुनिया के लोग कई गलत रीति में समझता है कि जो लोग प्रभु में आने के बाद में भी
अगर उनको आर्थिक रीति का आशीष नहीं मिला तो लोगों को लगता है कि वो श्रापित होकर पड़ा है, परंतु प्रियो ऐसा नहीं। ये बात सब आत्मिक बातें हैं। हमें प्रभु यीशु मसीह में सारे श्राप से छुटकारा है। അപ്പോൾ ഇവിടെ നമ്മള് തികഞ്ഞ ഒരു സത്യം കാണുകയാണ്. अब यहाँ पर एक संपूर्ण रीति में एक सच्चाई को हम देखता है। ദൈവം ഒരു വ്യക്തിയെ ശപിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ന്യായപ്രമാണം തെളിയിക്കാൻ കഴിവില്ലെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവൻ തന്നെയാണ്. अभी अगर एक व्यक्ति के बारे में अगर प्रभु कहे कि वो श्रापित है, क्योंकि वो परमेश्वर की व्यवस्था को संपूर्ण रीति में पूरा नहीं कर सकता। എന്നാൽ ഒരാൾ അനുഗ്രഹിക്കപ്പെട്ടവെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ന്യായപ്രമാണം മുഴുവൻ തികച്ചവനാണെങ്കിൽ അനുഗ്രഹിക്കുക, അത് യേശു കർത്താവാണ്. परंतु अगर एक व्यक्ति वो आशीषित है या धन्य व्यक्ति कहता है तो वो व्यक्ति पूर्ण रीति में व्यवस्था को पूरा किया है, ऐसा एकमात्र व्यक्ति वो प्रभु यीशु मसीह है। നമ്മൾ 1 കൊരിന്ത്യർ 12 അധ്യായത്തിൽ നമ്മൾ അവിടെ വായിക്കുകയാണ്. 1 കൊരിന്ത്യർ 12 अध्याय में हम पढ़ता है, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തി യേശു ക്രിസ്തു അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് കണ്ടാൽ രക്ഷ പ്രാപിക്കുന്നതാണ്. अभी उस 12 अध्याय का 3रा वचन के आखिर में हम देखते हैं कि जो भी व्यक्ति प्रभु यीशु मसीह वो हमारा धन्य है करके जो जानता है, वो व्यक्ति भी धन्य है करके या वो प्रभु है करके अगर जान पाता है, वो धन्य है करके वचन कहता है। യേശു അനുഗ്രഹിക്കപ്പെട്ടവൻ പറയുമ്പോൾ ഏതർത്ഥം? क्योंकि प्रभु यीशु मसीह आशीषित है, वो धन्य व्यक्ति है करके बोलने का अर्थ क्या है? ഭൂമിയിൽ എന്തെങ്കിലും ഉള്ളതിനെ കുറിച്ചല്ല, ये दुनिया का कुछ बात तो प्रभु के पास है वो नहीं। പിന്നെ എങ്ങനെയാണ്? तो कैसा है? ആത്മാവിൽ നമ്മൾ കാണുകയാണ് ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യൻ മാത്രം പാപം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഏക വ്യക്തിയെ കാണുകയാണ്, അവൻ കർത്താവ് യേശു ക്രിസ്തു. हम आत्मा में एक व्यक्ति को देखता है जो कि परमेश्वर के सारे व्यवस्था को पूरा किया हुआ अनुभव में वो हम देखते हैं सिर्फ प्रभु यीशु मसीह। അപ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം കൃപയാൽ കിട്ടുമ്പോൾ जब प्रभु की आत्मा की सहायता हमें अनुग्रह से मिलने के द्वारा എന്നെ രക്ഷിക്കാൻ ക്രിസ്തു പ്രാപ്തനാണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാക്കണം. കാരണം യേശു അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ ശപിക്കപ്പെട്ടവനാണ്. मुझे बचाने के लिए प्रभु यीशु मसीह सामर्थ्यवान है, क्योंकि मैं तो पापी है, श्रापित है, और तो प्रभु आशीषित है, धन्य है। അവിടെ നമ്മള് ഗലാത്യ ലേഖനം 4 അധ്യായം യേശു ക്രിസ്തു വന്നതിന്റെ ആ പ്രമാണം അവിടെ വായിക്കുന്നുണ്ട്. जब गलातियों का पत्र 4 अध्याय में प्रभु यीशु मसीह जो आया उसका बारे में जब हम देखते हैं, അവിടെ അവൻ കാലസമ്പൂർണത വന്നപ്പോൾ अभी 4 अध्याय का 4 वचन में हम देखते हैं जब समय पूर्ण हुआ, ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് എന്തിനാണെന്ന് 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. उसका 5 वचन में भी हम देखते हैं कि प्रभु ने समय पूर्ण होने पर स्त्री की संतान होकर के क्यों नियुक्त किया? ताकि व्यवस्था के अधीनों को मोल लेकर छुड़ा ले और हमको लेपालक होने का पद मिले। നമുക്ക് അവിടെ ന്യായപ്രമാണത്തിന് കീഴിൽ എന്ന് പറഞ്ഞാൽ ശാപത്തിന് കീഴിലുള്ളവരെ. अभी व्यवस्था के अधीन बोलेगा तो वो लोग सब श्राप के अधीन थे, उन लोगों को छुड़ा करके वो लेपालन का पदवी मिलने के लिए। അവിടെ നമ്മള് ഒരു വാക്യം വായിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ 23-ാം വാക്യം വായിക്കുമ്പോൾ जब गलातियों का पत्र 3रा अध्याय उसका 23 वचन जब हम पढ़ता है, पर विश्वास के आने से पहले व्यवस्था की अधीनता में हमारी रखवाली होती थी। അപ്പൊ ഈ ന്യായപ്രമാണത്തിന് കീഴിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഒരുപക്ഷെ അത് യഹൂദൻ മാത്രമാണെന്നല്ല. അതിന്റെ 22-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ന്യായപ്രമാണത്തിന് കീഴെ അടച്ചു എന്ന് പറഞ്ഞാൽ പാപത്തിന് കീഴെ അടച്ചു കളഞ്ഞു എന്നാണ്. 22 उसका 22 वचन को भी जब हम देखता है उसका 3 का 22 वचन में, परंतु पवित्र शास्त्र ने सबको पाप के अधीन कर दिया ताकि वह प्रतिज्ञा जिनका आधार यीशु मसीह पर विश्वास करना है, विश्वास करने वालों के लिए पूरी हो जाए। 22-ാം വാക്യം ദൈവം എല്ലാവരെയും പാപത്തിന് കീഴെ അടച്ചു കളഞ്ഞു. तो अभी हम देखते हैं कि प्रभु ने सबको यो व्यवस्था के अधीन था बोलने का तो पाप के अधीन कर दिया. അപ്പൊ അത് ന്യായപ്രമാണത്തിന് കീഴെ അടച്ചു എന്ന് പറഞ്ഞാൽ യഹൂദരുടെ ഉദ്ദേശം മാത്രമല്ല, व्यवस्था का अधीन किया ये सिर्फ यहूदियों के लिए ही नहीं, പിന്നെ എല്ലാ മനുഷ്യരും പാപത്തിന് കീഴെയായി. सारे मानव जाति पाप का अधीन थे. ഇനിയും എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? इसका मतलब क्या है? എല്ലാ മനുഷ്യരും ശപിക്കപ്പെട്ടവർ, सभी लोग श्रापित लोग. ഇനി ഈ ശപിക്കപ്പെട്ടവനെ രക്ഷിക്കാൻ ശപിക്കപ്പെട്ടവർ കഴിയത്തില്ല. अभी ये श्रापित व्यक्ति को श्रापित व्यक्ति कैसे बचाएगा? वो नहीं हो सकता. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ വേണം. इसलिए आशीष पाया हुआ व्यक्ति चाहिए. അപ്പൊ എല്ലാ മനുഷ്യരുടെ മുമ്പിലും ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയുടെ മുമ്പിലും ദൈവത്തിന്റെ നീതിയെ നിവർത്തിച്ച എന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞ ഏക മകൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ മാത്രമാണ് നീതിമാൻ എന്നുള്ളൊരു ബോധ്യമാണ് നമുക്ക് രക്ഷയ്ക്ക് കാരണം. इसका मतलब क्या है प्रयोग? यहाँ पर हमारा दिल की गहराई से जानने वाली बात क्या है कि
हम लोग कोई भी व्यवस्था से हम लोग छुटकारा नहीं पा सकता या छुटकारा नहीं दे सकता। व्यवस्था को पूरा किया हुआ एकमात्र व्यक्ति वो प्रभु यीशु मसीह है। उस यीशु मसीह पर विश्वास करने के द्वारा जो प्रभु का पिता परमेश्वर के दिल को प्रसन्न किया हुआ, प्रभु को सामने व्यवस्था को पूरा किया हुआ एकमात्र व्यक्ति प्रभु यीशु मसीह है। उस यीशु मसीह पर विश्वास करने के द्वारा मेरा उद्धार है। ये बात का विश्वास हमें उद्धार करता है। ഇതാണ് ദൈവസന്നിധിയിലെ നീതി. ये है परमेश्वर का दृष्टि में धार्मिकता। ഇത് യഹൂദന്മാർക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ये बात यहूदी लोगों को पसंद नहीं आया। അതുകൊണ്ട് പൗലോസ് ആ കാര്യം അവരോട് പറയുകയാണ്. നമ്മൾ റോമലേഖനം 10:3 इसलिए प्रेषित पौलुस यहूदियों को ये बात का गवाही रोमियो का पत्री 10 अध्याय उसका 3 वचन में कहता है। रोमियो उसका 10 अध्याय का 3 वचन। क्योंकि वे परमेश्वर की धार्मिकता से अनजान होकर और अपनी धार्मिकता प्रस्तावित करने का यत्न करके परमेश्वर की धार्मिकता के अधीन न हुए। അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? अभी हम उद्धार पाने का अर्थ क्या है? ദൈവത്തിന്റെ നീതി വ്യവസ്ഥയിൽ വരിക. प्रभु का जो धार्मिकता का योजना है, मार्ग है, वो मार्ग में आना। അത് സൗജന്യമായി നമ്മളെ രക്ഷിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ये मुफ्त में हमें उद्धार करने के लिए प्रभु चाहता അപ്പൊ है। നമ്മൾ പാപത്തിന്റെ കീഴിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആരാണെന്ന് അറിയാമോ? നമ്മൾ ദൈവത്തിന് ശത്രുക്കളാണ്. अभी आप सोचिए, और हम जब पाप के अधीन है बोलने का अर्थ क्या है कि हम परमेश्वर का दुश्मन है। അതുകൊണ്ടാണ് നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ इसलिए प्रभु का वचन कहता है कि जब हम दुश्मन थे उस समय में, നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ हम जब पापी थे उस समय में, നമുക്ക് ആ ദൈവത്തോടുള്ള നിരപ്പിന് യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ जब प्रभु के साथ मेल खाने के लिए कुछ भी मार्ग नहीं था उस समय में ദൈവം നമ്മളെ സൗജന്യമായി നീതീകരിച്ചു. അതാണ് നമ്മൾ റോമലേഖനം 3:24 നമ്മൾ വായിക്കുന്നത്. प्रभु ने हमें मुफ्त में हमें धर्मी ठहराया। वही बात को हमने रोमियो 3:24 में थोड़ी देर पहले पढ़ा था। അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മൾ രക്ഷ പ്രാപിച്ചത് എങ്ങനെയാണ്? കൃപയാലാണ്, സൗജന്യമായിട്ടാണ്. अभी हम हर एक लोग ये अच्छी तरफ जानते हैं कि हमने उद्धार कैसे पाया। ये अनुग्रह के द्वारा पाया, ये प्रभु का ओर से पाया। അപ്പോൾ നമ്മൾ ശാപത്തിൽ നിന്ന് നമ്മൾ എവിടേക്ക് വന്നു? अभी हम लोग उस श्राप की अवस्था से अभी हम कहां पर आ गया? നമ്മൾ അനുഗ്രഹത്തിൽ വന്നു. हम आशीष में आ गया। ഇപ്പോൾ നമ്മൾ ശാപത്തിന് കീഴല്ല. अभी हम श्राप का अधीन में नहीं। ഇനിയും ഒരു ശാപത്തിന്റെ ശുശ്രൂഷ ഉണ്ടെന്ന് പറഞ്ഞ് അതിനെ ശാപത്തെ പൊട്ടിക്കുക, ശാപത്തിന്റെ ശുശ്രൂഷ രക്ഷിക്കുക എന്ന് പറഞ്ഞ് അനേക ശുശ്രൂഷ ചെയ്യാം. എന്നാൽ ഒരുവൻ ക്രിസ്തുവിൽ വന്നാൽ പിന്നെ അവൻ ശാപത്തിന് കീഴല്ല, അവൻ അനുഗ്രഹത്തിലാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായ ഒരു വാഴ്ത്തപ്പെട്ടത്. प्रियो, अभी हम जानना जो व्यक्ति का उद्धार हुआ है अभी वो शराब का अधीन में नहीं। अभी भी कई लोग बोलता है अभी भी तुम पर श्राप है, आओ तुम्हारा श्राप तोड़ते हैं। ये सब झूठे बात बोल के लोगों को गुमराह करने वाला उपदेश और सेवकाई बहुत चलता है। परंतु प्रभु का वचन क्लियर कहता है अब जो प्रभु यीशु मसीह में है उनके ऊपर दंड किया गया नहीं, वो श्राप से छुटकारा पा चुका है, क्योंकि उनको स्वर्ग का सारे आत्मिक आशीषों को दे चुका है। अब वो श्राप के नीचे कैसे आ सकता? ये सब झूठी बात है। इसलिए प्रभु ने जो भी विश्वास किया अनुग्रह के द्वारा उसका उद्धार हुआ, वो अभी श्राप का अधीन में नहीं है। അപ്പോൾ നമ്മൾ ഫിലിപ്പിയ ലേഖനം 2 വായിക്കുമ്പോൾ ഒരു സംശയമുണ്ട്. फिलिपियों का पत्र 2 अध्याय पढ़ने के समय में वहां पर एक शक आता है। അവിടെ നമ്മൾ 2 12 उसका 12 वचन, फिलिपियों का पत्र उसका 2 अध्याय का 12 वचन। इसलिए है मेरे प्रियो, जिस प्रकार तुम सदा से आज्ञा मानते आए हो वैसे ही अभी न केवल मेरे साथ रहते हुए पर विशेष करके अब मेरे दूर रहने पर भी डरते और कांपते हुए अपने अपने उद्धार का कार्य पूरा करते जाओ। അപ്പൊ എന്താണ് ഇവിടെ? നമ്മൾ ഭയത്തോടും വിറയലോടും കൂടെ നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. अभी आपने जो सुना ये वचन में यहाँ पर लिखा है कि वो तो डरते और कांपते हुए अपने उद्धार की कार्य करो करके जो लिखा है वो कौन सा उद्धार की बात है? അപ്പോൾ ഈ നിലയിൽ ഈ ഒരു വചനം എടുത്തുകൊണ്ട് നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്നും നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മളെ പിന്നെയും പാപികളായി തീരുകയാണെന്നും നമുക്ക് വീണ്ടും രക്ഷിക്കപ്പെടേണ്ട ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ അനേകരെ തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. और ये वचन को लेकर के कुछ लोग ऐसे सिखाता है जब हम पाप करेगा तो हमारा उद्धार नष्ट हो जाएगा, इसलिए हमें उद्धार पाने के लिए काम करने की जरूरत है। इस प्रकार का रीति में गलत शिक्षण देने वाले लोग ये वचन को ना जानने के कारण ऐसा देता है। ഇപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ദൈവത്തിന്റെ രക്ഷയുടെ പദ്ധതി നമ്മൾ കാണുമ്പോൾ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. आपको ये जानना चाहिए कि उद्धार क्या है, जबकि हमें सजा से छुटकारा पाना। എന്നാൽ കർത്താവായ യേശുവിനുള്ള विश्वास രക്തം ചിന്തിയപ്പോൾ എന്ത് സംഭവിച്ചു? परंतु प्रभु यीशु मसीह की पवित्र लहू बहाने के द्वारा क्या हो गया? നമ്മുടെ ശിക്ഷ യേശു ക്രിസ്തു ഏറ്റെടുത്തു. हमारा जो ताड़ना जो सजा था
वो प्रभु यीशु मसीह ने अपने ऊपर लिया। ഇത് ദൈവത്തിന്റെ വലിയ സ്നേഹമാണ്. നമ്മള് യോഹന്നാന്റെ ലേഖനം അതിന്റെ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ये प्रभु का अगप्पे प्यार है, जबकि हम पहला यूहन्ना 4 अध्याय उसका 10 वचन में हम देखते हैं, पहला यूहन्ना 4 अध्याय उसका 10 वचन। प्रेम इसमें नहीं कि हमने परमेश्वर से प्रेम किया, पर इसमें है कि उसने हमसे प्रेम किया और हमारे पापों के प्रायश्चित्त के लिए अपने पुत्र को भेजा। ദൈവസ്നേഹത്തിന്റെ ഒരു വലിയ ഒരു പ്രകടനമാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി എന്നുള്ളത്. प्रियो, पिता परमेश्वर का महान प्रेम का अगप्पे प्रेम का एक प्रकट है या एक प्रदर्शन है। प्रभु यीशु मसीह हम पापियों के लिए सूली पर मरा। അങ്ങനെ യേശുവിനെ ഞാൻ എന്റെ നീതിയായി വിശ്വസിച്ച് എന്റെ ഹൃദയത്തിലേക്ക് യേശു വരുമ്പോൾ, जब प्रभु यीशु मसीह को मेरा धार्मिकता का रूप में प्रभु जानकर मेरा हृदय में प्रभु यीशु मसीह जब आता है, അതിന്റെ 9-ാം വാക്യം വായിക്കുക. उसका 9 वचन पढ़ना, 4 का 9। जो प्रेम परमेश्वर हमसे रखता है वह इससे प्रकट हुआ कि परमेश्वर ने अपने एकलौते पुत्र को जगत में भेजा है कि हम उसके द्वारा जीवन पाए। നോക്കുക, രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്നെ നമ്മൾ ആദാമ്യ ജീവനിലല്ല, ക്രിസ്തുവിലാണ് ജീവിക്കുന്നത്. അതെന്ന് സ്നേഹമാണ്. 2 തരത്തിൽ സ്നേഹം പ്രകടമാക്കി. प्रयोग, हम उधार पाने के बाद में फिर आगामी जीवन में नहीं है, अभी हम लोग प्रभु में है, प्रभु का जीवन में है, प्रभु ने हमें प्रेम दिया है। അപ്പോൾ പുത്രനെ പ്രായശ്ചിത്തമാക്കി രക്ഷിച്ചത് ഒരു സ്നേഹം. अभी जो पुत्र को हमारे लिए बलिदान करके प्रायश्चित्त में हमारा छुटकारा दिया, वो एक प्रेम। അത് നമ്മുടെ പകരക്കാരനായി ക്രൂശിൽ മരിച്ച മഹാസ്നേഹം. वो हमारे लिए हमारे जगह पर हमारे बदले में हमारे लिए मरा हुआ वो प्रेम। അവിടെ ദൈവത്തിന്റെ സ്നേഹം പിന്നെ ഒതുക്കുന്നില്ല ദൈവം. अभी उस प्रेम वहां पर सीमित नहीं देखा। ആ പുത്രനെ എന്റെ ഹൃദയത്തിൽ തന്ന് എനിക്ക് പകരമായി എന്നെ ജീവിക്കാൻ തരികയാണ്. और इतना ही नहीं, उसी पुत्र को मेरे जीवन में दे करके मुझ में प्रभु को जीने दे रहा है। കാരണം ക്രിസ്തുവിനെ അല്ലാതെ നീതിമാനായിട്ട് ദൈവം വേറെ ആരെയും കാണുന്നില്ല. क्योंकि प्रभु यीशु मसीह को छोड़ करके और किसी को भी धर्मी करके स्वर्गीय पिता नहीं देखता। അപ്പൊ ക്രിസ്തു എന്റെ ഉള്ളിലുണ്ടെങ്കിൽ, अगर प्रभु यीशु मसीह मेरे अंदर है, എനിക്കൊരു ജീവിതമുണ്ട്. मुझे एक जीवन है। അതാണ് നമ്മള് ഫിലിപ്പിയ ലേഖനത്തിൽ വായിച്ചത്. वही बात को हमने फिलिपियों का पत्र में यहाँ पर पढ़ा। അവിടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്നുള്ളതല്ല, अभी हम उधार पाने के लिए काम करना हो नहीं, അവിടെ വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. നമ്മുടെ ആ പദത്തിന്റെ ട്രാൻസ്ലേഷൻ വ്യത്യാസമാണ്. കാരണം നിങ്ങളിലുള്ള രക്ഷയെ ഒന്ന് കാണിക്കുകയും, अभी तुम्हें जो मिला हुआ जो उधार है वो बात को तुम प्रकट करो, उसको तुम प्रदर्शन करना। ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഒന്ന് തെളിയിക്കേ. क्योंकि अगर मसीह तुम में है तो तुम उस बात को अपने जीवन के द्वारा प्रकट कर। കാരണം യേശു നീതിമാനാണ്, യേശു പാവമില്ല. क्योंकि प्रभु यीशु मसीह धर्मी है, उसमें पाप नहीं है। അവൻ നിന്നിനുള്ളിൽ ഉണ്ടെങ്കിൽ, अगर वो आपके अंदर है तो, അതുകൊണ്ട് നീ നീതിമാനാണെന്നുള്ള രീതിയിൽ നീ അഹങ്കരിക്കാതെ നീ വളരെ ഭയത്തോടും വിറയലോടും കൂടെ യേശുവിന്റെ കാൽക്കൽ വീണ് അവന്റെ കർത്തൃത്വം സ്വീകരിച്ച് യേശു എന്റെ ജീവിതത്തിലുള്ളത് വെളിപ്പെടാനായിട്ട് നമ്മൾ അതിനെയാണ് വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ, നോട്ട് वർക്ക് फॉर द साल्वेशन। यहाँ पर ये बात को बहुत गहराई में समझना प्रयोग, क्योंकि हम अपने आप को धर्मी दिखाने के लिए नहीं, धर्मी यीशु मसीह मुझ में है, इसलिए यीशु मसीह मुझ में जी रहा है करके हमारे जीवन से हम यीशु मसीह की जीवन को जीते हुए प्रकट करके करना है। इसके अलावा मानो ये नहीं हम काम करके अपना धार्मिकता को दिखाओ, അല്ല, ഈ ക്രിസ്തു എന്റെ ജീവിതത്തിൽ വരികയാണ്. ये प्रभु यीशु मसीह अभी मेरे जीवन में आ गया है। എന്റെ ജീവിതത്തിൽ എന്റെ ശ്വാസത്തേക്കാൾ അടുത്തിപ്പോൾ എനിക്ക് യേശുവാണ്. अभी मेरा श्वास से बढ़ करके निकटता में मेरा यीशु मसीह मुझ में है। എന്റെ ഭാര്യയോട് ഇടപെടുമ്പോൾ എനിക്ക് യേശു വേണം. मेरा पत्नी के साथ व्यवहार करने के समय में मुझे यीशु चाहिए। എനിക്ക് മാർക്കറ്റിൽ പോകുമ്പോൾ യേശു വേണം. मुझे जब बाजार जाने के टाइम पर मुझे यीशु चाहिए। കാരണം എങ്ങനെയൊക്കെ നമുക്ക് ഓക്സിജൻ ആവശ്യമാണോ അതിനേക്കാൾ നമുക്ക് ആവശ്യമായി ഈ കർത്താവ് യേശുവാണ്. प्रियो, हमें जैसा श्वासोच्छ्वास में ऑक्सीजन का जरूरत है, उससे बढ़ करके हमें मसीह की जरूरत है। ഒരു നിമിഷം ക്രിസ്തുവിനെ ശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ മരണത്തിലാണ്. प्रियो, अगर हम एक क्षण भी प्रभु यीशु मसीह को अगर नहीं लेता तो हम मृत्यु की दिशा में। ഇവിടെ ആദാ റെഡിയായി നിൽക്കുകയാണ്, വേറൊരു മനുഷ്യൻ. अभी आधा पुराना मनुष्य वो रेडी होकर खड़ा है। കാരണം ദൈവത്തെ അപമാനിക്കാൻ, അനുസരണക്കേട് കാണിക്കാനായിട്ട്, സാത്താനോട് പക്ഷം ചേരാനായിട്ട് ആ മനുഷ്യൻ റെഡിയാണ്. അതാണ് പഴയ മനുഷ്യൻ. प्रियो, वो व्यक्ति जो पुराना मनुष्य जो है
प्रभु का निंदा करने के लिए, अपमान करने के लिए रेडी होकर के खड़ा है। ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ നമ്മുടെ ഹൃദയത്തിൽ വസിച്ചിട്ട് പിതാവിനെ മഹത്വപ്പെടുത്തുകയാണ്. സൽപ്രവൃത്തികൾ, നമ്മളിൽ നല്ല പ്രവൃത്തി വരുമ്പോൾ എന്റെ പിതാവ് മഹത്വപ്പെടും. പക്ഷെ യേശുവിന് മാത്രമേ പിതാവിനെ മഹത്വപ്പെടുത്താൻ കഴിയുള്ളൂ. अभी हमें ये बात को जानना है कि हमारे में उन भले कामों के लिए हमारे प्रभु यीशु मसीह तैयार है, और यीशु मसीह हमारे में करने वाला उन भले कामों को ही धार्मिकता करके स्वर्गीय पिता देखता है। അപ്പൊ എന്റെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ ഒന്ന് വെളിപ്പെടുത്താൻ ഞാൻ ഉത്സാഹിയായിരിക്കണം. इसका मतलब हमारे जीवन में प्रभु यीशु मसीह हमारे जीवन में आ गया है, तो मेरे अंतर का यीशु मसीह को प्रकट करने के लिए हमको उत्साह चाहिए। ഇത് ശരിക്കും മനസ്സിലായാൽ ഇത് ഞാനല്ല, ക്രിസ്തു അത്രേ. अभी ये बात को अगर सही रीति में जानेगा तो हम जिससे प्रेरित पौलुस ने गवाही दिया, अब मैं नहीं मसीह है मुझ में। നമുക്ക് പ്രോവബ്സ്, അതായത് പ്രോവബ്സ് അതിന്റെ 13-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഒരു വാക്യം വായിക്കാം. नीति वचन, नीति सूत्र, इसका 13 अध्याय का 4 वचन। आलसी का प्राण लालसा तो करता है और उसको कुछ नहीं मिलता, परंतु कामकाजी धष्टपुष्ट हो जाता है। നമ്മുടെ ദേഹി നല്ല പുഷ്ടിയുള്ളതായി നീതിപ്രവൃത്തികൾ ചെയ്യണമെങ്കിൽ നമ്മൾ മടിച്ചിരുന്നാൽ പറ്റത്തില്ല. മടിച്ചിരുന്നാൽ ആ പഴയ മനുഷ്യൻ നീതിപ്രവൃത്തികൾക്ക് മടിയനാണ്. प्रियो, हमारा प्राण में राष्ट्रपुष्ट होकर के धार्मिकता का कार्य करना है तो हमें क्या चाहिए? हमें प्रभु यीशु मसीह का उस प्रभाव चाहिए। नहीं तो हमारा पुराना मनुष्य क्या है, बहुत आलसी है, वो कोई काम का, अच्छे काम का योग्य नहीं। നമ്മൾ ഉത്സാഹികളായിരിക്കണം. हमें बहुत हमारा उत्साही होना चाहिए, കാരണം ലോക മനുഷ്യൻ ലോകത്തിലെ കാര്യങ്ങൾ നേടാൻ ജഡത്തിന്റെ പ്രവൃത്തികൾക്ക് ഉത്സാഹികളാണ്. क्योंकि दुनिया के लोग दुनिया की बातों को जीतने के लिए उन बातों में बहुत वो मेहनत करता है, उत्साही है। നമ്മൾ പാപികളായിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു. हम लोग जब पाप में थे उस समय में हम उसी प्रकार के लोग थे। ഇപ്പോൾ കൃപയാൽ സൗജന്യമായി രക്ഷിക്കപ്പെട്ടു. अभी अनुग्रह के द्वारा विश्वास से हमारा उद्धार हुआ। പാപം കൂടാതെ ജീവിച്ച ആ ദൈവത്തിന്റെ പുത്രൻ ഇപ്പോൾ എന്റെ ഹൃദയത്തിലുണ്ട്. आज पाप रहित होकर के जीवन बिताया हुआ प्रभु यीशु मसीह आज मेरे हृदय में है। ഇനി ഞാനല്ല വെളിപ്പെടേണ്ടത്, अभी मैं प्रकट नहीं होना चाहिए, ഞാൻ വെളിപ്പെട്ടാൽ ദൈവനാമം അവമാനിക്കപ്പെടും. क्योंकि अगर मैं प्रकट होता है तो प्रभु का नाम की निंदा हो जाएगा। ആയതുകൊണ്ട് എനിക്ക് നല്ല ഒരു പ്രകാശം കിട്ടണം. इसलिए इस विषय में हरेक पवित्र लोगों को या मुझको भी एक अच्छा प्रकाश मिलना चाहिए। ഒരു ലോക്കൽ സഭയിലുള്ളവരെല്ലാം ക്രിസ്തുവിനെ ഒന്ന് വെളിപ്പെടുത്താൻ ഉത്സാഹികളായാൽ സ്വർഗം വന്നു കഴിഞ്ഞു. स्थानीय मंडली के लोग अगर प्रभु को प्रकट करके जीवन बिताने के लिए ये प्रकाश पा लिया है तो स्वर्ग वहां पर आ गया। എങ്ങനെയാണ് നമ്മൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചത്? കാരണം സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കും. മത്തായി സുവിശേഷം 12-ാം വാക്യത്തിൽ ദൈവരാജ്യം ഫോഴ്സ്ലി അത് പിടിച്ചടക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ അർത്ഥം പ്രവൃത്തിയാലല്ല, ഈ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഉത്സാഹമാണത്. मत्ती 11 का 12 में हम देखते हैं कि बलवान लोग स्वर्ग राज्य को अपने कब्जा में लाता है, क्योंकि उसको अपनी सामर्थ्य उस पर लगाना है और उत्साही होकर के वो काम को करना है। शिष्य पढ़ो। यूहन्ना बपतिस्मा देने वाले के दिनों में सब से अब तक स्वर्ग के राज्य में बलपूर्वक प्रवेश होता रहा है और बलवान उसे छीन लेते हैं। ഇതിന്റെ അർത്ഥം എന്താണ്? इसका अर्थ क्या है? അപ്പൊ ഇത് വായിച്ചിട്ട് നമ്മൾ ചിന്തിക്കും, അയ്യോ രക്ഷ എന്ന് പറയുന്നത് നമ്മൾ പ്രവർത്തിക്കുകയാണ്. इसका मतलब ये पढ़ने के बाद में अगर हम सोचेगा उद्धार पाने का अर्थ हमारा मेहनत है, हमारा परिश्रम है, ऐसा सोचता है तो ഇവിടെ ഈ പഴയ മനുഷ്യനായ ഞാൻ ദൈവത്തെ അപമാനിക്കുന്ന ഞാൻ വെളിപ്പെടരുത്, എന്റെ കർത്താവ് വെളിപ്പെടണം. അതാണ് ആ ഉത്സാഹമാണ് ഈ പിടിച്ചടക്കുക എന്നുള്ളത്. अभी यहाँ पर मैं प्रकट नहीं होना, मुझ में जो प्रभु यीशु मसीह है वो प्रकट होना, वो है ये कब्जा करने का सच्चा अर्थ। കർത്താവ് താലന്ത് കൊടുക്കുന്നതിനുള്ള ബന്ധത്തിൽ കർത്താവിനെ മറച്ചു വെച്ച് താൻ സ്വയം വെളിപ്പെടുത്തിയ ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. अभी जब प्रभु ने उन तालंतों को दिया था वहां पर प्रभु को छिपा करके स्वयं को प्रकट किया हुआ एक व्यक्ति के बारे में हम वहां पर देखता है। 5 താലന്ത് കിട്ടിയവൻ, जो 5 तोरा मिला, അവൻ 5 കൂടെ നേടി. उन्होंने और 5 पाया, അത് ക്രിസ്തുവിനെ നേടിയതാ. वो मसीह को जीता है, അവനെ മറച്ചു വെച്ചു. उन्होंने अपने आप को छिपाया എന്നിട്ട് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി. और मसीह को प्रकट किया. നീ ഭാഗ്യവാൻ. तुम धन्य है। 2 താലന്ത് കിട്ടിയവരും അങ്ങനെ ചെയ്തു. 2 जिसको तोड़ा मिला उसने भी ऐसे किया, എന്നാൽ 1 താലന്ത് കിട്ടിയവൻ എന്ത് ചെയ്തു? और जिसको 1 तोड़ा मिला था वो क्या किया? മത്തായി 25-24 जब मत्ती 24 का 24 वचन, मत्ती उसका 25 अध्याय का 24 वचन, तब उसको एक तोड़ा मिला था, उसने आकर कहा, हे स्वामी, मैं तुझे जानता था कि तू कठोर मनुष्य है, कि तू जहाँ कहीं नहीं बोता वही काटता है और जहाँ नहीं छिड़ता वहां से बटोरता है, इसलिए मैं डर गया और जाकर तेरा तोड़ा मिट्टी में छिपा दिया। ഈ മണ്ണെന്താണ്? ये मिट्टी क्या है? നമ്മുടെ ജഡം. हमारा शरीर है।
ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചിട്ടും मैं उधार पाने के बावजूद भी അവനാൽ ജീവിക്കേണ്ടതിന് പകരം मैं प्रभु यीशु मसीह के द्वारा जीवन बिताना चाहिए, उसके जगह पर ഞാൻ എന്നെ കൊണ്ട് തന്നെ ജീവിച്ചു. मैं अपने आप से जीवन बिताने लगा. എന്തൊരു കഷ്ടം! ये कितना धोखा की बात है भी. കാരണം രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നാം എത്ര അധികമായി ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടും. प्रियो, हम उस पवित्र लोगों के द्वारा छुटकारा पाने के बाद में कितना अधिक परमेश्वर का क्रोध से हम बच जाता है. നമ്മളത് പ്രവൃത്തിയായിട്ട് കണ്ട് പലരും തെറ്റിദ്ധരിക്കുകയാണ്. परंतु उन बातों को हम अपनी धार्मिकता का काम है करके सोच करके वो लोग धोखा खाते हैं. നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികളെല്ലാം മണ്ണാണ്. प्रियो, हमारे शरीर का काम जो भी बात है वो सब मिट्टी है. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡം നാശം കൊയ്യും. क्योंकि जो शरीर से बोता है उसके द्वारा विनाश की कटनी അപ്പൊ काटेगा. ജഡത്തിന്റെ ഈ പ്രവൃത്തികൾ യേശുവിനെ മറക്കുന്നു. प्रियो, ये शरीर के द्वारा जो भी काम है वो प्रभु को छिपाता है. നമ്മൾ റോമലേഖനം 8:13 വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ ജീവിക്കും. प्रियो, हम रोमियों का पत्री 8:13 में हम देखते हैं कि यदि हम आत्मा के द्वारा शरीर के कामों को अगर उसको बुझा लिया या उसके ऊपर विजय पाया तो आप जीवित रहेगा. അപ്പം നമുക്ക് ആത്മാവ് നമുക്ക് പ്രകാശം തരികയാണ്. हमें आत्मा वो प्रकाश देता है. ക്രിസ്തു മരിച്ചപ്പോൾ क्योंकि जब प्रभु यीशु मसीह मर गया, എന്റെ ജഡത്തിന്റെ പ്രവൃത്തികളെല്ലാം അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. मेरा शरीर का सारे काम प्रभु के साथ सूली पर चढ़ाया गया. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. जितना मसीह यीशु के है उन्होंने शरीर की अपनी अभिलाषा और उसका मोह समेत सूली पर चढ़ा दिया. നമ്മൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഈ ക്രിസ്തുവിന്റെ ജീവൻ എന്റെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് ക്രിസ്തുവിന്റെ മരണം എപ്പോഴും ഞാൻ വഹിക്കുന്നു. प्रभु यीशु मसीह की जीवन मुझमें प्रकट होने के लिए मैं यीशु मसीह की मृत्यु को सदा लिए फिरता हूं करके प्रेषित पौलुस की गवाही देता है. അപ്പൊ നമ്മുടെ ജഡം അവിടെ ഉണ്ട്. हमारा शरीर वहां पर है. എന്നാൽ ആ ജഡത്തിന്മേൽ കർത്താവ് നടത്തിയ ന്യായവിധിയെ നിരന്തരം നമ്മൾ കണ്ടില്ലെങ്കിൽ ഇതാണ് കർത്താവ് ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. उस शरीर में प्रभु ने किया हुआ वो न्याय के बारे में यदि हम नहीं देखेगा तो प्रभु ने क्या कहा कि रोज अपने आप को इनकार कर सूली लेकर मेरे पीछे चलना. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ളതാണ് നാം അവന്റെ മരണത്തോട് ഏകീഭവിക്കുന്നുവെങ്കിൽ നാം അവന്റെ പുനരുദ്ധാനത്തിലൂടെ ഏകീഭവിക്കും. इसका मतलब इसलिए कहा है कि यदि हम उसके मृत्यु के साथ अगर साथ हो गया है तो मिल गया है तो उसका पुनरुत्थान में भी हम शामिल होगा. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന ഒരു കാര്യം, हम उद्धार पाया वो एक बात है. രണ്ട് ക്രിസ്തുവിന് ജീവിക്കാൻ നമ്മൾ അവസരം ഒരുക്കുക എന്നത് രണ്ടാമത്തെ. ഒന്നുകൂടി ആ കാര്യം തന്നെയാണത്. मसीह को जीना ये बात और एक बात है. യേശു ക്രിസ്തു നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും ദൈവം പ്രതിഫലം തരും. अभी प्रभु यीशु मसीह यदि हमारे में जी रहा है तो हमारा सारे कामों के लिए प्रभु प्रतिफल देगा. ദൈവം നമ്മുടെ ജഡത്തിൽ ജീവിച്ചാൽ നമുക്ക് നാശമാണ്. हम लोग अपने शरीर में जिएगा तो हमें विनाश मिलेगा. എന്തൊരു അനുഗ്രഹമാണ്! ये कितना आशीर्वाद अवस्था है. ഇങ്ങനെയുള്ള ഒരു കമ്പനി ഉണ്ടോ? ऐसा कोई कंपनी है क्या? ഞാൻ എനിക്കായിട്ട് ആഹാരം കഴിക്കുക, मैं मेरे लिए खाना खाना അത് ക്രിസ്തുവിൽ കഴിക്കുകയാണെങ്കിൽ എനിക്ക് പ്രതിഫലം ഉണ്ടെന്ന്. और वो मैं मसीह में खाएगा तो उसका प्रतिफल है. Praise the Lord. हालेलुया. എന്ത് ഭയങ്കര ലാഭമാണ്! इतना बड़ा लाभ की बात है. നമുക്ക് ഒരു മണിക്കൂറിൽ എത്ര കോടി നമുക്ക് സമ്പാദിക്കാം. प्रियो, हम एक घंटे में कितना करोड़ कमा सकता है. ഒരു മണിക്കൂറിൽ നമ്മൾ എന്തെല്ലാം ചെയ്യും. हम एक घंटे में क्या क्या करेंगे. ഇവിടെ ഒരു പ്രശ്നം, നാം നമുക്കായിട്ട് ഇനി ഒന്നും ചെയ്യരുത്. अभी यहाँ पर एक समस्या क्या है कि हम अपने लिए कुछ भी ना करें. നമ്മൾ അവിടെ റോമലേഖനം 14 വായിക്കുകയാണ്. जब रोमियों का पत्र 14 7-8 में हम देखता है, അവിടെ നമ്മള് വായിക്കുന്നത്, നമ്മൾ ഇനി നമുക്കായിട്ട് ജീവിക്കുന്നില്ല. अभी हम हमारे लिए नहीं जीता. അവിടെ അതിലെ 14:7 उसका 14 क्योंकि हमें से न तो कोई अपने लिए जीता है ഇത് നാം നമുക്കായി നമ്മൾ ജീവിക്കുന്നു. നമ്മൾ ആഹാരം കഴിക്കുന്നു, വസ്ത്രം എടുക്കുന്നു, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, ജോലി ചെയ്യുന്നു. പക്ഷെങ്കിൽ ലോക മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി ഇതെല്ലാം ക്രിസ്തുവിനായി ചെയ്യുന്നു. हम इस दुनिया में जीते वक्त हम खाना खाता है, हम पानी पीते हैं, वस्त्र पहनते हैं, बच्चों को सिखाता है, परंतु ये सब हम मसीह के लिए करता है. ഇത് ഒന്ന് പ്രകാശിക്കണം. ये बात हमें प्रकाशित होकर मिलना. ഇനി നേരത്തെ നമ്മൾ എങ്ങനെ ആയിരുന്നു? രക്ഷപ്രാപിക്കുമ്പോൾ എല്ലാം എനിക്കായിട്ടായിരുന്നു. पहले उधार पाने से पहले हमने जो भी किया हम अपने लिए किया. ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും പിന്നെ എനിക്കായിട്ട് യേശു ഒരുപാട് കാര്യങ്ങൾ ഇനി എന്നെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എത്രയോ തെറ്റാണ്. अगर हम उधार पाने के बाद में भी प्रभु मेरे लिए वो करो ये करो बल करके प्रार्थना करना तो कितना गलत बात है. എല്ലാം ദൈവത്തിനായിട്ട്. क्योंकि हमारे जीवन में जो कुछ भी होता है കാരണം वो उसी के लिए. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ क्योंकि सबके लिए एक मर गया है. तो നമ്മൾ അടുത്ത വാക്യം ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. जब उसके आगे को हम बढ़ेंगे, और न कोई अपने लिए मरता है. यदि हम जीवित हैं तो प्रभु के लिए जीवित है,
और यदि मरते हैं तो प्रभु के लिए मरते हैं। നമ്മൾ മരിച്ചാൽ പോലും നമ്മൾ കർത്താവിനായിട്ടാണ് മരിക്കുന്നത്. अगर हम मर गया तो भी हम प्रभु के लिए मरते हैं। നോക്കുക, ലോക മനുഷ്യൻ മരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? प्रयोग ये दुनिया का लोग मरता है तो किसके लिए मरता है? പാതാളത്തിന് വേണ്ടിയാണ്. वो उस नीचे अधोलोक में जाने के കാരണം लिए, അവൻ ജോലി ചെയ്തത്, क्योंकि उन्होंने जो काम किया, അവന്റെ ധനം, उनका धन, അവന്റെ പ്രവൃത്തി മുഴുവനും അവന് വേണ്ടിയായിരുന്നു. उनका सारे काम वो अपने लिए किया। അതാണ് ധനികനായ മനുഷ്യനോട് കർത്താവ് പറഞ്ഞത്, തനിക്ക് താൻ സമ്പാദിക്കുന്നവന്റെ അവസ്ഥ ഇങ്ങനായി പോകും. इसलिए वो धनिक व्यक्ति से प्रभु ने कहा, जो अपने आप के लिए बटोरते हैं उनका सबकी अवस्था ऐसा रहेगा। ദൈവവിഷയമായി സമരനാകാതെ क्योंकि परमेश्वर के विषय में वो संबंध नहीं എന്ന് हुआ, പറഞ്ഞാൽ ദൈവത്തെങ്കിലേക്ക് ജീവിക്കാതെ वो परमेश्वर की और वो जीवित नहीं बिताया। നമുക്ക് ഒരു മണിക്കൂർ തന്നുവെങ്കിൽ हमें अगर 1 घंटा मिल गया तो അത് ദൈവത്തിന്റെയാണ്. वो प्रभु का है। സമയം നമ്മുടെ അല്ല നമുക്ക് പ്രിയമുള്ളവരെ. समय हमारा नहीं प्रिय। നമ്മൾ സമയത്തിന്റെ ദൈവം ആകരുത്. हम लोग समय का प्रभु ना बने। നമ്മൾ ചിന്തിക്കുന്നത് സമയം എന്റെ കയ്യിലാണെന്ന്. अभी कई बार हम सोचते हैं कि समय मेरे हाथ में है। നോക്കുക, ഇന്ന് എത്രയോ ഒരു ദുർവിചാരത്തോടെ അല്ലെങ്കിൽ ഒരു 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 ആന്തരികമായിട്ട് ഒരു ജ്ഞാനമില്ലാതെ സമയം വെറുതെ കളയുകയാണ്. आज कितने लोग मूल्यवान समय को व्यर्थ में नष्ट करता है। സമയം നഷ്ടമായി പോകുന്നതിനെ കുറിച്ച് അവർക്കൊരു ബോധമില്ല. प्रियो, उनकी जीवन का इतना मूल्यवान समय नष्ट हो रहा है, उनका बारे में उनको कोई चिंता എന്നാൽ नहीं। ഒരുവൻ ആത്മീയനാണെങ്കിൽ അവൻ സമയത്തിന്റെ മൂല്യത ഭയങ്കരമായിട്ടാണ് കാണുന്നത്. परंतु एक व्यक्ति अगर आत्मिक जन है तो उन्हें जीवन में मिला हुआ समय को, उसका मूल्य को समझ करके वो जीवन बिताए। ഓരോ സെക്കൻഡും ക്രിസ്തുവിനെ നേടാനുള്ളത്, ക്രിസ്തുവിനെ ഞാൻ ഇല്ലാതാകുക. क्योंकि एक एक सेकंड हमें मसीह को जीतने के लिए और हम अपने आप को खाली करना, शून्य करना, अपने आप में मतलब इनकारना। അതായത് നമ്മളെ പൗലോസ് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, जब प्रेषित पौलुस इस रीति में गवाही देता है, അതിന്റെ 2 കൊരിന്ത്യർ 4 अध्याയത്തിൽ दूसरा कुरिन्थी 4 अध्याय में 16 വാക്യത്തിൽ പറയുകയാണ്, 16 वचन में, इसलिए हम युवा नहीं छोड़ते, यदि हमारा बाहरी मनुष्य तो नष्ट होता जाता है। ഇവിടെ പഴയ മനുഷ്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പുറമേയുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? ആ പഴയ ചിന്ത, പഴയ ആഗ്രഹങ്ങൾ, പഴയ ലോകത്തിന്റേതായ കാര്യങ്ങൾ, ആ മനുഷ്യൻ കുറഞ്ഞു കുറഞ്ഞു വരണം. यहाँ पर वो पुराना मनुष्य कहने का अर्थ क्या है कि जो पुराना मनुष्य में होकर के हम जो चिंता करते थे, सोचते थे, हमारा जो भी व्यवहार थे, बातें थे, वो मनुष्य। എങ്കിലും അകത്തെ മനുഷ്യൻ, परंतु यहाँ पर हम कहते हैं कि अंदर का मनुष्य എങ്ങനെ दिन ദിനംതോറുമുള്ള കാര്യമാണ്, ദിനംതോറുമുള്ള കാര്യമാണ്. ये दिन हर एक दिन की बात है। മറ്റേത് ബലം ക്ഷയിക്കാതെ എങ്ങനെയാണ് ഈ അകമെയുള്ള മനുഷ്യൻ പുഷ്ടി പ്രാപിക്കുന്നത്? अभी वो बाहर का मनुष्य जब तक कमजोर नहीं होगा तो अंदर का मनुष्य कैसा वो सामर्थ पाएगा? ദൈവത്തിന്റെ ഉടമ്പടി അല്ലെങ്കിൽ പുതിയ നിയമം എന്ന ഉടമ്പടിയാണ്. ദൈവം നമ്മളുമായിട്ട് ഉടമ്പടി ചെയ്യുകയാണ്. जब नया नियम का ये वाचा है, ये वाचा प्रभु हमसे वाचा बांधता है। താൻ രക്തമെടുത്ത് അവനെ അപ്പം നുറുക്കി ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യനും ആദാമ്യ മനുഷ്യനുമായിട്ടല്ല. जब हम रोटी तोड़ते हैं और दाखरस लेते हैं, उस समय में हमारा पुराना जो मनुष्य आदम के साथ नहीं, നമ്മള് ഒരു വീണ്ടും ജനനം എന്ന അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സഹോദരന്മാരെ, നാം ഇസാക്കിനെ പോലെ ജനിച്ചവരാണ്. മനുഷ്യരുടെ പ്രവൃത്തി കൂടാതെ വീണ്ടും ഒരു ജന്മം നമുക്ക് സംഭവിച്ചു. जो भी लोग नया जन्म पाया है तो हम इसराक के समान, मतलब शरीर के द्वारा नहीं, वचन के द्वारा या वायदा के द्वारा जन्मा हुआ हम लोग है। ये बात का हमेशा समझ लेना। എന്നാൽ അന്ന് ഇസാക്കും ഇസ്മായേലും ഇസാക്കിനെ പീഡിപ്പിച്ചതുപോലെ നമ്മളിൽ തന്നെ ആ ഒരു ഇസ്മായേൽ ഉണ്ട്. അതാണ് പഴയ മനുഷ്യൻ. ആ പഴയ മനുഷ്യൻ നമ്മുടെ പുതു മനുഷ്യന്റെ തടസ്സമാണ്. जैसे उन दिनों में इसराक को इस्माइल ने सताया था, उसी प्रकार हमारे जीवन में भी एक इस्माइल है, वो हमारा पुराना मनुष्य है। वो मनुष्य हमेशा नया मनुष्य को सताएगा। इसमें हमें सावधान रहना है। തിരുവെഴുത്ത് എന്ത് പറയുന്നു? शास्त्र क्या कहता है? കാരണം ഈ രണ്ടുപേരും കൂടെ അവകാശം പ്രാപിക്കത്തില്ല. ये दोनों अवकाश नहीं पाएंगे। ആ പഴയ മനുഷ്യൻ പുതിയ മനുഷ്യനെതിരെയാണ്. उस पुराना मनुष्य नया मनुष्य के खिलाफ में है। തിരുവെഴുത്ത് എന്ത് പറയുന്നു? इसलिए पवित्र शास्त्र क्या कहता है? ദാസിയും മകനെയും പുറത്താക്കാം. उस दासी और उसके बेटे को बाहर करो। എന്നാൽ കർത്താവ് ക്രൂശിൽ അത് ചെയ്തിട്ടുണ്ട്. परंतु प्रभु ने ये काम को सूली पर किया है। നാം ദിനംതോറും നമ്മള് കർത്താവിന്റെ മരണത്തോട് ഏകീഭവിക്കണം. हम रोज दिन प्रतिदिन प्रभु यीशु मसीह की मृत्यु के साथ एक साथ बनना। അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ നേരത്തെ വായിച്ചത് നമുക്ക് ഒരു മാനസാന്തരം നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മൾ എന്താണ് അപ്പോസ്തല പ്രവൃത്തി 20 അധ്യായത്തിൽ വായിച്ചത്? हमने യേശുവിനുള്ള വിശ്വാസവും जब हमने नया जन्म पाता है उस समय में हमें प्रभु यीशु में विश्वास और परमेश्वर के और का मन प्राप्त करके हमने प्रेरितों का इस अध्याय में हमने पढ़ा था। നമ്മള് അപ്പൊ രക്ഷിക്കപ്പെടുവാൻ നമുക്ക് എന്ത് വേണം?
ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 24 അധ്യായത്തിലേക്ക് വരുമ്പോൾ जब हम लूका का सुसमाचार 24 अध्याय में आता है तो उस समय में हमारा उद्धार पाने के लिए हमें क्या चाहिए? അപ്പോസ്തലന്മാരെ കർത്താവ് പറഞ്ഞ് ഏൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. वहाँ पर प्रेरितों को प्रभु ने जिम्मेवारी दिया हुआ एक बात है. അവിടെ അതിന്റെ 46 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ वो उसका 24 अध्याय का 46 से जब हम पढ़ता है 46 से, और उसने कहा, यह लिखा है कि मसीह दुख उठाएगा और तीसरे दिन मरे हुए में से जी उठेगा और यरूशलेम से लेकर सब जातियों में मन फिराव का और पापों की क्षमा का प्रचार उसके नाम से किया जाएगा. ഇവിടെ നമ്മൾ ഒരു കാര്യം കാണുകയാണ്. यहाँ पर हम एक बात को देखता है, മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം. अभी मन फिर करके प्रभु यीशु मसीह में विश्वास അപ്പൊ करना. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞ അർത്ഥം प्रभु यीशु मसीह में विश्वास करने का अर्थ ദൈവത്തിലേക്ക് ഹൃദയം തിരിഞ്ഞു കഴിഞ്ഞു. हमारा हृदय प्रभु की ओर मोड़ लिया. അങ്ങനെ ആയില്ലെങ്കിൽ വിശ്വാസം ആയില്ല. अगर इसी प्रकार हमारा हृदय नहीं मोड़ा है तो वो सच्चा विश्वास नहीं. നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നു. हम प्रभु यीशु में विश्वास करते हैं. ഇപ്പൊ മഹാത്മാഗാന്ധി യേശുവിൽ വിശ്വസിച്ച വ്യക്തിയാണ്. प्रभु यीशु मसीह में विश्वास किया हुआ एक व्यक्ति है महात्मा गांधी. അവൻ ദൈവപുത്രനാണെന്നും പാപം ചെയ്തിട്ടും ഒക്കെ അദ്ദേഹത്തിന് അറിയാം. वो परमेश्वर का पुत्र है, वो पावर के लिए जीवन बिताया हुआ व्यक्ति है, सब वो जानते हैं. പക്ഷെ ഹൃദയം തിരിഞ്ഞില്ല. परंतु हृदय नहीं मोड़ा. നമ്മൾ വഞ്ചിക്കപ്പെടരുത്. प्रियो हम धोखा ना खाए. നാം വിശ്വസിക്കുന്നു എന്ന് പറയുകയും ഹൃദയം ദൈവത്തിലേക്ക് തിരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ, हम अगर वो कहता है कि हम विश्वास करता है और हमारा हृदय प्रभु की ओर नहीं मुड़ता तो ഇതൊരു പ്രവൃത്തിയാണോ? प्रियो ये कोई काम है? യെസ്, ഇത് വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി തന്നെയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം കൃപയാണ്. ये एक विश्वास का कार्य है, ये अनुग्रह से. നാം അത് മനസ്സിലാക്കുമ്പോൾ ദൈവമാണ് അത് ചെയ്യുന്നത്. ये कार्य कौन करता है? हमें ये बात को समझना है, ये काम प्रभु करता है. ഞാൻ നഷ്ടപ്പെട്ടവനാണെന്നും, मैं खोया हुआ है, ഞാൻ ശാപത്തിന് കീഴെയാണെന്നും, मैं श्राप के नीचे है, ഞാൻ ന്യായപ്രമാണം ഒന്നും തികയ്ക്കാൻ എനിക്ക് കഴിവില്ലെന്നും, मैं व्यवस्था किसी कारण पूरी नहीं कर എന്നാൽ सकता, വ്യവസ്ഥ ചെയ്യാൻ നിവർത്തിച്ചവൻ കർത്താവാണെന്നും, परंतु व्यवस्था को पूर्ण किया हुआ एकमात्र व्यक्ति वो प्रभु यीशु मसीह है करके हमें पूरा विश्वास करना है. നമുക്ക് 13 അധ്യായം റോമലേഖനം 13 അധ്യായത്തിൽ रोमियो 13 अध्याय में നമ്മൾ ഒരു വാക്യം വായിക്കുന്നുണ്ട്. एक वचन पढ़ता है, ഇവിടെ അതിന്റെ 10ാം വാക്യം. उसका 10 वचन. रोमियो 13 का 10. प्रेम पड़ोसी की कुछ बुराई नहीं करता, इसलिए प्रेम रखना व्यवस्था को पूरा करना है. സ്നേഹം ന്യായപ്രമാണത്തിന് നിവൃത്തിയാണ്. अभी हम देखते हैं कि ये प्रेम जो है व्यवस्था का परिपूर्णता है. അത് പെട്ടെന്ന് നമ്മളോടുള്ള ബന്ധത്തിൽ മാത്രമല്ല ചിന്തിക്കരുത്. ദൈവം എന്നെ സ്നേഹിച്ചു, യേശു ക്രിസ്തു എന്നെ സ്നേഹിച്ചാണ് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി. അപ്പൊ അന്യനായ എന്നെ ദൈവപുത്രനായ യേശു സ്നേഹിച്ചപ്പോൾ യേശു ന്യായപ്രമാണം നിവർത്തിക്കുകയായിരുന്നു. देखिए, मैं एकदम अन्य जाति की व्यक्ति थे, परंतु प्रभु ने मुझसे प्रेम किया तो प्रभु की व्यवस्था प्रभु ने मुझ पर पूरा किया. Praise the Lord. हालेलुया. ആ ക്രിസ്തു എന്നിലുണ്ട്. वो प्रभु यीशु मसीह आज मुझ में है. ഇനി എന്നിൽ വസിച്ചുകൊണ്ട് आज यीशु मसीह मुझ में रहकर ഈ ന്യായപ്രമാണം നിവർത്തിക്കുകയാണ് സഹോദരനെ സ്നേഹിക്കുന്നത്. ये व्यवस्था पूरा कर रहा है जब हम अपने भाई से प्रेम करने के समय में. നമ്മൾ ചിന്തിക്കുന്ന ന്യായപ്രമാണം മാറ്റി എന്ന് പറയുമ്പോൾ ഇനി നമ്മള് ന്യായപ്രമാണത്തിന് കീഴെയല്ല, പക്ഷെ ക്രിസ്തു നമ്മളിൽ ന്യായപ്രമാണം നിവർത്തിക്കുകയാണ്. प्रियो, हम लोग जैसे कहता है कि व्यवस्था को हटा दिया, इसका मतलब हम जो इसे दुनिया के लिए में सोचता है ऐसे नहीं. प्रभु यीशु मसीह हमारे में रह करके वो व्यवस्था को पूरा कर रहा है. നമുക്ക് അത് റോമലേഖനം 8ാം അധ്യായം 3ാം വാക്യം വായിക്കുമ്പോൾ जब रोमियो का पत्र 8 अध्याय 30, ഇതിനെ സാധിക്കാൻ ദൈവം അയച്ചു. കാരണം ന്യായപ്രമാണം നിവർത്തിക്കാൻ നമുക്ക് കഴിയത്തില്ല. क्योंकि जो हमसे असंभव था, नहीं हो सकता था, वो बात को पूरा करने के लिए पिता ने अपना पुत्र को भेजा. അപ്പം ഈ ന്യായപ്രമാണത്തിന് കീഴിൽ ശപിക്കപ്പെട്ടവർ ആയതുകൊണ്ട് അവരെ ന്യായം വിധിക്കണം. इसलिए जो व्यवस्था का अधीन में श्रापित लोग थे उनका न्याय करना ही चाहिए. അവിടെ റോമലേഖനം 8ാം അധ്യായം 3ാം വാക്യം വായിക്കാം. उस रोमियो 8 का 3 पढ़ेंगे. क्योंकि जो काम व्यवस्था शरीर के कारण दुर्बल होकर न कर सकी, उसी को परमेश्वर ने किया, अर्थात अपने ही पुत्रों को पापमय शरीर की समानता में और पाप बलि होने के लिए भेजकर शरीर में पाप पर दंड की आज्ञा दी. കണ്ടോ, നമ്മൾ ജഡം അവസാനിച്ചു, നമ്മളെ സൃഷ്ടിച്ചു. कितना बड़ी बात है प्रियो. प्रभु यीशु मसीह पर जो ताड़ना आया वो क्या हो गया? हमारी ताड़ना प्रभु यीशु मसीह में होकर दूर हो गया. कितना धन्यवाद है. ഇനി നമ്മൾ ജഡത്തിൽ ജീവിക്കരുത്. अभी हमें आगे को जो ये विश्वास पाया हुआ लोग शरीर के अनुसार ना जिए. ഇനി അടുത്ത വാക്യം ഉടനെ പറയുകയാണ്. और उसके आगे 4 वचन में पढ़ता है, इसलिए कि व्यवस्था की विधि हमें जो शरीर के अनुसार नहीं वरन आत्मा के अनुसार चलते हैं पूरी की जाए. കണ്ടോ, ന്യായപ്രമാണത്തിന്റെ നീതി अभी उस व्यवस्था का धार्मिकता നമ്മൾ ചെയ്യാൻ സാധിക്കത്തില്ല. हम अपनी तरफ से नहीं कर सकता था. പിന്നെ ആത്മാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ अभी आत्मा में अगर हम चलता है तो बोलने का अर्थ यीशु मसीह अगर हमारे में जी रहा है, ഇതാണ് കൃപ. അത് കൃപയല്ലേ?
ये अनुग्रह नहीं है क्या? ഈ കൃപയ്ക്കും പ്രതിഫലം തരുമെന്ന്. ये अनुग्रह को भी प्रतिफल हमें प्रभु देगा. ഞാൻ കൃപയാൽ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ मैं जब प्रभु के अनुग्रह में होकर के एक भले काम जब करते हैं, അതിനും പ്രതിഫലം തരും. उसको भी प्रभु हमें उस दिन प्रतिफल നമ്മുടെ देगा. ആ അനുഗ്രഹത്തിന്റെ കലവറ ഒന്ന് തുറന്ന് കണ്ടാൽ എത്രമാത്രം സ്തുതി ദൈവത്തിന് വരണം. प्रियो, अगर हमें जो मिलने जा रहा है वो आया अभी मिला है, वो अनुग्रह का जो बिना नाप की आशीष को अगर हम देखेगा तो हम प्रभु को कितना स्तुति करना चाहिए. നമ്മൾ ഒരു ദിവസം എത്രയോ സമയം എത്ര കോടിക്കണക്കിന് ധനമാണ് നഷ്ടമാക്കുന്നത്. प्रियो, हम लोग ये अज्ञानता के कारण हमारा समय हमको नहीं इस्तेमाल करने के लिए नहीं आता, इसलिए हम भविष्य में मिलने वाला कितनी करोड़ों का नुकसान हमको करता है. പൗലോസിന് ഇത് മനസ്സിലായപ്പോൾ ഈ കൃപയുടെ അത്യന്ത ധനത്തെ प्रियो, ये बात को जब प्रेरित पौलुस को ये प्रकाश मिला, तब वो बोलता है कि इस अनुग्रह की उस अत्यंत धन को, ആദ്യം എന്റെ ഹൃദയത്തിൽ അങ്ങ് വരികയാണ് ആ ധനം. वो धन पहले मेरे जीवन में आता है. അതിന് എന്റെ പഴയ മനുഷ്യനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇപ്പോഴും എനിക്ക് നഷ്ടമുണ്ടാക്കുന്ന ആ പഴയ മനുഷ്യനെ, എന്റെ ജാതീയമായ രീതിയെ പഴയ മനുഷ്യനെ പ്രവൃത്തിയോട് ഉരുതി കളഞ്ഞിട്ട് പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതു മനുഷ്യനെ ഈ ക്രിസ്തുവിനെ എപ്പോഴും പ്രാപിക്കാനായിട്ട് അതേ ഉത്സാഹിക്കുകയാണ്. അതായത് ഉത്സാഹമാണ് ഇവിടെ നമ്മൾക്ക് അനുമതിയായ പ്രതിഫലം കൊണ്ടുവരുന്നത്. इसलिए पौलुस क्या करता था, अपना जो पुराना मनुष्यत्व में जो कोई भी प्रकार हमें फायदा नहीं लाता, उसको एकदम निकाल करके फेंक करके नया मनुष्यत्व में होकर के उस स्वर्गीय दर्शन के साथ जो अनंत काल की बड़ी फायदा मिलता है, उस बात के लिए पौलुस प्रभावित थी. അവൻ മടിയനോ? परंतु एक आलसी व्यक्ति क्या करते, ഒന്നും നേടുന്നില്ല. वो कुछ भी नहीं पाता. എന്നാൽ ഉത്സാഹിയുടെ കൈ സമ്പത്തുണ്ടാക്കും. परंतु एक अच्छा उत्साही का परिश्रमी का हमारा हाथ बहुत धन कमाता है. അത് ഏത് സമ്പത്താണ്? वो कौन सा संपत्ति है? ക്രിസ്തുവിനെയാണ് നേടുന്നത്. वो मसीह को जीतता है. പൗലോസ് പറയുകയാണ്, എങ്ങനെയെങ്കിലും ഇനി ക്രിസ്തുവിനാൽ പിടിക്കപ്പെടാമോ? मैं कैसे भी मैं मसीह को प्राप्त करूं, കാരണം ക്രിസ്തു എന്നെ പിടിച്ചു. क्योंकि प्रभु ने मुझको पकड़ा है. अभी प्रभु मुझको पकड़ा है, मैं अभी प्रभु को पकड़ूं. എന്നെ പിടിച്ചവരെ ഞാനിനി അങ്ങോട്ട് പിടിക്കാൻ നോക്കുകയാണ്. अभी जिसने मुझको पकड़ा मैं उसको पकड़ूं. സകല ഉത്സാഹവും കഴിച്ച് इसके लिए उन्होंने सारे उत्साह के साथ, നമുക്ക് അത് നമ്മുടെ പത്രോസ് ലേഖനം അത് വായിക്കുമ്പോൾ അത് വായിച്ച് അവസാനിപ്പിക്കാം. വാക്യം കൂടെ വായിച്ച് जब हम पत्रोस का पत्री में ये बात को हम देखते हैं कि അവിടെ സഹോദരന്മാരെ നമ്മൾ സർവ്വ ഉത്സാഹവും കഴിച്ച്, इसलिए जब दूसरा पत्रोस पहला अध्याय का 5 वचन, इस कारण तुम सब प्रकार का यत्न करके अपने विश्वास पर सद्गुण और सद्गुण पर समझ और समझ पर संयम और संयम पर धीरज और धीरज पर भक्ति और भक्ति पर भाईचारे की प्रीति और भाईचारे की प्रीति पर प्रेम बढ़ाते जाओ. ഇങ്ങനെ നമ്മൾ ചെയ്താൽ, अगर इस रीति में अगर हम करते जाए तो ഇങ്ങനെ നമ്മൾ ചെയ്ത അടുത്ത അതിന്റെ 11 വാക്യം, उसका 11 वचन, वरन इस रीति से तुम हमारे प्रभु और उद्धारकर्ता यीशु मसीह के अनंत राज्य में बड़े आदर के साथ प्रवेश करने पाओगे. ഇതാണ് സ്വർഗരാജ്യം ബലാത്കാരം ചെയ്യുക. ये बात है स्वर्ग राज्य को बलात्कार करना. ഇത് ജഡത്തിന്റെ പ്രവൃത്തി വല്ലതും ആണോ? ये शरीर का काम है क्या? ഇത് നമ്മളെ രക്ഷ പ്രാപിക്കാനുള്ള കാര്യമാണോ? ये कोई उद्धार पाने का बात है क्या? നമുക്ക് അതിമഹത്തായ തേജസ്സിന്റെ മഹാപ്രതിഫലം തരാനായിട്ട് നാം ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഈ ഉത്സാഹം കാണിക്കുകയാണ്. प्रियो, हमें उन दिन में बहुत बड़ा प्रतिफल देकर सम्मान करने के लिए पवित्र आत्मा हमारे में ये जोर देता है. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്റെ പകരക്കാരനായിട്ട് അവൻ മരിച്ചു. प्रियो, यहाँ पर हमें एक बात को अच्छी रीति में समझना है, मेरे बदले में मेरे जगह पर मेरे लिए वो मरा. എന്തിനാണ് അവൻ മരിച്ചത്? वो क्यों मरा, किस लिए मरा? എന്നിൽ വന്ന് എന്റെ പകരക്കാരനായി ജീവിക്കാൻ. मुझ में आकर के मेरे बदले में मुझ में जीने के लिए. ഇത് രണ്ട് കാര്യം ഒരുമിച്ച് പോകുന്ന കാര്യമാണ്. ये दोनों बात एक के साथ जाता है. ഇതാണ് ദൈവത്തിന്റെ പൂർണ്ണ രക്ഷ. ये है प्रभु का पूर्ण उद्धार. എന്നാൽ യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന ഒരു പകുതി രക്ഷയെ മാത്രം പിടിച്ചുകൊണ്ട് നമ്മൾ ഫലമുളവാക്കാതെ നമ്മൾ ദൈവത്തിന് അപമാനം വരുത്തുന്നുവെങ്കിൽ രക്ഷയുടെ പൂർണ്ണ രീതി നമ്മൾ മനസ്സിലായില്ല. प्रियो, अगर प्रभु यीशु मसीह सिर्फ मेरे लिए मरा, इसका अधूरा बात को जान करके हम एक जीवन बिताएगा तो हम उस उद्धार का एक पूर्ण रूप का एक जीवन नहीं बिता पा रहे. ദൈവം തന്റെ പുത്രനെ നമുക്ക് തന്നു എന്ന് പറഞ്ഞാൽ, जब पिता परमेश्वर ने अपने एकलौता पुत्र को हमारे लिए दिया, ये कहने का എനിക്ക് വേണ്ടി മരിക്കാനും പാപത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ രക്ഷ തരുവാനും എന്നിട്ട് രക്ഷയായി വർക്കൗട്ട് ചെയ്യാനും, हाँ, मेरे लिए पापों के लिए मर करके मेरा उद्धार होकर के मुझ में जीने के लिए प्रभु को दिया. അതുകൊണ്ട് വളരെ വിറയലോടും വളരെ ആ വിറയെന്ന് പറഞ്ഞ സന്തോഷം കൊണ്ടങ്ങ് ആനന്ദം കൊണ്ടങ്ങ് ദൈവസന്നിധിയിൽ എനിക്ക് സന്തോഷം കൊണ്ട് ഈ ക്രിസ്തു എന്നിൽ വെളിപ്പെടട്ടെ, ഞാൻ മരിച്ചാലും ജീവിച്ചാലും യേശു കർത്താവ് എന്റെ ശരീരത്തിലൂടെ വെളിപ്പെടുകയുള്ളൂ. प्रियो, हमारे जीवन में इसी कारण हमें बहुत डरते हुए कांपते हुए यीशु मसीह मुझ में प्रकट होना चाहिए, यीशु मसीह मुझ में जीना चाहिए, तभी हमारे प्रभु का महिमा हो.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. കർത്താവ് നമ്മളെ അതിനായി സഹായിക്കട്ടെ. प्रभु उसके लिए प्रभु हमें सहायता करे. प्रभु का अनुग्रह सबके साथ. Praise the आमीन. Lord.